അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പലപ്പോഴായി വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിയതുമായ അലംഘനീയമായ സംഭവ്യമായ ഒരിക്കലും നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത മരണവും മരണാനന്തരമുള്ള നമ്മുടെ മഹ്ശർ, നന്മതിന്മകൾ തൂക്കിക്കണക്കാക്കി മനുഷ്യന്റെ ഇഹപ്രവർത്തനത്തെ പരത്തിൽ എങ്ങനെയാണ് അതിന്റെ പ്രതിഫലമെന്ന് പടച്ചറബ് നീതിപൂർവം കണക്കാക്കി മനുഷ്യനത് നൽകുകയും രക്ഷിക്കേണ്ടവനെ രക്ഷിക്കുകയും ശിക്ഷിക്കേണ്ടവനെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരാനുണ്ട്. അള്ളാഹു ആ ദിനത്തിൽ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു മഹാനെ സ്നേഹിച്ചുകൊണ്ടായതുകൊണ്ട് അവിടുത്തെ ഹക്ക് ജാഗ് ബറക്കത്ത് കൊണ്ട് നമുക്ക് ശക്തി പകരുമാറാവട്ടെ, നമുക്ക് പരലോകം അള്ളാഹു വെളിച്ചമാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതേക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു. ആ ദിവസം എന്ന് പറഞ്ഞാൽ ദാലിക യൗമും മജ്മൂഉ. വിശുദ്ധ ഖുർആൻ പറയുന്നത് ദാലിക യൗമും മജ്മൂഉ. സൂറത്ത് ഹൂദിലെ ഒരു പരാമർശമാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ദാലിക യൗമുൻ മജ്മൂഉൻ ലഹുന്നാസ് വദാലിക യൗമും മശ്ഹൂദ്. നമ്മളൊക്കെ സാക്ഷിയാകുന്ന ഒരു സമ്മേളനത്തിന്റെ സുദിനത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാവരും സാക്ഷിയാകുന്ന ഒരു ദിനത്തെക്കുറിച്ചാണ് പറയുന്നത്. വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിലൂടെ മനുഷ്യനെ പഠിപ്പിച്ചു, വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്. ഒരു ക്ലിപ്തമായ അവധി വരെയല്ലാതെ നാം അതിനെ പിന്തിച്ചിടുകയില്ലെന്ന് പടച്ചറബ് പറയുന്നു. ഈ ആയത്ത് ഞാൻ ആമുഖമായി പ്രത്യേകം ഉദ്ധരിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മളൊരു വലിയ മഹാനെ സ്നേഹിച്ചുകൊണ്ട് ആ മഹാനുഭാവന്റെ മക്ബറക്ക് സമീപം ഒരുമിച്ച് കൂടിയ മജ്ലിസിലാണുള്ളത്. ആ മഹാന്റെ ഹക്ക് ജാഗ് ബർക്കത്ത് തേടി വിദൂര ദിക്കിൽ നിന്ന് വന്നവരാണ് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും. അള്ളാഹുവിന്റെ ഔലിയാക്കളോടും മഹത്തുക്കളോടുമുള്ള സ്നേഹമാണ് നമ്മളിവിടെ അടുപ്പിച്ചത്. ആ സ്നേഹം കൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന വിഷയത്തിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊണ്ടുവന്നുകൊണ്ട് ഈ വിഷയത്തിലൂടെ കൊണ്ടുപോകാനാണ് ആമുഖമായി തന്നെ ആ ആയത്തിലേക്ക് ഞാൻ കടന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറത്ത് ഹൂദിലെ ഈ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. വലിയ ഒരു മഹാൻ, നിങ്ങൾക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ മഹത്തുക്കളായ പൂർവികർ മുഴുവൻ മഹാത്മാക്കളായ ഔലിയാക്കൾക്കും അതുപോലെ തന്നെ ആരിഫീങ്ങൾക്കും ഒക്കെ വലിയ വില കൽപ്പിച്ചിരുന്നു. അവരെ മുഴുവനും ഒരു ആദരവോടെ കണ്ടിരുന്നു. അന്ന് അതിനാരും ആരാധന എന്ന് പറഞ്ഞിട്ടില്ല. അന്ന് അതിനെ ആരും അമിതമായ പ്രവർത്തനമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല. ഈജിപ്ത് നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടെ വലിയ ഒരു മക്കാമ് കാണാം, ഇബ്നു അതാഉല്ലാഹു സിക്കന്ദരി തങ്ങളുടെ മക്കാം. ആ മക്കാമിന്റെ ചാരത്തു തന്നെ മറ്റൊരു മഹാന്റെ മക്കാമുണ്ട്. ആ മഹാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. കമാലുൽ ഹുമാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ മഹാൻ വളരെയേറെ ബഹുമാനിച്ചിരുന്നു ഇബ്നു അതാഉല്ലാഹു സിക്കന്ദരി എന്ന് പറയുന്ന സാഹിബുൽ ഹിക്കമായ വലിയ സൂഫി വര്യനായ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതനും സൂഫിയുമായ ബഹുമാനപ്പെട്ടവരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മക്ബറിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് സാഹിബുൽ ഹിക്കം എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇബ്നു അതാഉല്ലാഹു സിക്കന്ദരി തങ്ങൾ മരണപ്പെട്ട ശേഷം അവിടുത്തെ ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട കമാലുൽ ഹുമാം റളിയല്ലാഹു തആല അൻഹു സൂറത്ത് ഹൂദിലെ ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ട് അദ്ദേഹം സൂറത്ത് ഹൂദ് പാരായണം ചെയ്യുകയാണ്. ദാലിക യൗമും മജ്മൂഉൻ ലഹുന്നാസു വദാലിക യൗമും മശ്ഹൂദ് വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്. തൊട്ടടുത്ത സൂറത്ത് ഹൂദിലെ 105-ാമത്തെ ആയത്ത് അദ്ദേഹം ഓതി, ഉമയതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി ഫമിൻഹും ശഖിയ്യും വസഈദ്. ആയത്ത് കൃത്യമായി മനസ്സിലാക്കണം. ഫമിൻഹും ശഖിയ്യും വസഈദ്. മഅ്ശറ വൻസഭയിൽ ജനങ്ങളെ പടച്ചറബ് ഒരുമിച്ച് കൂട്ടുന്ന രംഗം വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആൻ. അവിടെ പരാജിതനുമുണ്ട്, വിജയമുണ്ട്, രക്ഷപ്പെട്ടവനുമുണ്ട്, നഷ്ടപ്പെട്ടവനുമുണ്ട്, സൗഭാഗ്യവാനെയും നിർഭാഗ്യവാനെയും വേർതിരിക്കുന്ന ദിനമാണതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഇങ്ങനെ കമാൽ എന്ന മഹാൻ ആ മക്ബറിൽ വെച്ചുകൊണ്ട് ഓതുകയാണ്. ഖുതുബുസ്സമാന്റെ ചാരത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നത് പോലെ ഇബ്നു അതാഉല്ലാഹു സിക്കന്ദരി തങ്ങളുടെ ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് ഓതുകയാണ്. ഇങ്ങനെ ഈ ആയത്ത് 105-ാമത്തെ ആയത്തിലെ ഫമിൻഹും ശഖിയ്യും വസഈദ്. ഈ ആയത്ത് അങ്ങ് ഓതിയ ഉടനെ കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തും. ഫഅജാബഹു ഇബ്നു അതാഇല്ലാഹി മിനൽ ഖബർ. ഖബറിൽ നിന്ന് ഇബ്നു അതാഉല്ലാഹു സിക്കന്ദരി തങ്ങൾ മറുപടി പറഞ്ഞു. ഖബറിൽ കിടക്കുന്ന മഹാൻ സംസാരിച്ചു. ബിസൗത്തിൻ ആലിൻ, പിറുപിറുക്കുകയല്ല ചെയ്തത്. ബിസൗത്തിൻ ആലിൻ, ഉറച്ച ശബ്ദത്തിൽ, ഉയർന്ന ശബ്ദം. ഞാൻ ഈ പറയുന്നത് കെട്ടുകഥയല്ല, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ പരതിയാൽ കാണാം. പോരെങ്കിൽ
ഈജിപ്തിന്റെ മണ്ണിൽ ഈ മക്ബറയിൽ ഇത് ഫ്രെയിം ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന വാചകം ആ മക്ബറ സന്ദർശിക്കുന്നവർക്ക് കാണാൻ കഴിയും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫ്രെയിം ചെയ്ത വലിയ ഒരു പടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കൃത്യമായി ഈ ചരിത്രം ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് പറയുന്നു, ഫഅജാബഹു ഇബ്നു അതാഇല്ലാ മിനൽ ഖബർ. ഈ ആയത്ത് ഓതിയ കമാൽ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് ഓതി കഴിഞ്ഞപ്പോൾ ഖബറിൽ നിന്ന് ഒരു വിളിയാളം കേട്ടോ. ബിസൗത്തിൻ ആലിൻ, ഒരു വലിയ ശബ്ദത്തിൽ, ഉയർന്ന ശബ്ദത്തിൽ, പതിഞ്ഞ ശബ്ദത്തിലല്ല. യാ കമാൽ ലൈസ ഫീനാ ശഖിയുൻ, യാ കമാൽ ലൈസ ഫീനാ ശഖിയുൻ. നമ്മുടെ കൂട്ടത്തിൽ ശഖിയില്ല, പരാജയപ്പെട്ടവനില്ല, നമ്മുടെ കൂടെ കൂടിയവരൊക്കെ വിജയിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട ഒരു മഹാനെ സ്നേഹിച്ചുകൊണ്ട് ആ മഹാന്റെ കൂടെ കൂടിയവർ രക്ഷപ്പെട്ടിരിക്കുന്നു. ലൈസ ഫീനാ ശഖിയുൻ. ഈ ശബ്ദം അങ്ങ് കേട്ടപ്പോൾ ചരിത്രം പറയുന്നു, ഫൗസാ, ആ സമയത്ത് തന്നെ വസിയത്ത് ചെയ്തു. ആര്? ബഹുമാനപ്പെട്ട കമാലുൽ ഹുമാം റളിയല്ലാഹു തആല വസിയത്ത് ചെയ്തു. എന്ത്? ബിഅൻ യുദ്ഫന ഫീ ജിവാരിഹി. ഈ മഹാന്റെ ചാരത്തു തന്നെ എന്നെ കബറടക്കണം. അങ്ങനെയാണ് ആ സമീപത്തു തന്നെ കബർ വരുന്നത്. ഇവിടെ തന്നെ എന്നെ കബറടക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ വസിയത്ത് ചെയ്തു. നല്ല കൂട്ടാണ് ആഗ്രഹിച്ചത്, നല്ല കൂട്ടുകെട്ടാണ് ആഗ്രഹിച്ചത്. ഞാൻ വരുമ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് ഫൈസി പറഞ്ഞിരുന്നതും അതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ചാരത്ത് ഉറങ്ങാൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും താല്പര്യപ്പെട്ടതുപോലെ, മഹാന്മാരെ സാന്നിധ്യം ആഗ്രഹിച്ചതുപോലെ ചിന്തിക്കണേ നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരെ കൂടെയാകണമെന്ന് കൃത്യമായി പറഞ്ഞ കാരണം അതാണ്. സത്യത്തിന്റെ ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ, മഹാന്മാരെ ബഹുമാനിക്കുമ്പോൾ, അവരെ ചാരത്തിരിക്കുമ്പോൾ, അവരുടെ ഉറൂസ് നമ്മൾ കൊണ്ടാടുമ്പോൾ തീർച്ചയായും ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ടവർ ഓതിയ ആയത്ത് ഫമിൻഹും ശഖിയ്യും വസഈദ്, മറുപടി ശൈഖിൽ നിന്ന് കിട്ടിയത് ലൈസ ഫീനാ ശഖിയുൻ. ഖുതുബുസ്സമാന്റെ മഖബറക്ക് സമീപത്തിരുന്നു കൊണ്ട് ഇങ്ങനെ മഹ്ശർ കൈകാര്യം ചെയ്യുമ്പോൾ മഹ്ശറിൽ രണ്ട് വിഭാഗമുണ്ട്, സൗഭാഗ്യവാന്മാരും നിർഭാഗ്യവാന്മാരും. അല്ലാഹുവേ, ആ മഹാനെ സ്നേഹിച്ചുകൊണ്ട് ഈ രാവിലത്ത് കൂടിയ ഞങ്ങളെ മുഴുവൻ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പെടുത്തി തരണേ തമ്പുരാനേ. ഒരുപക്ഷേ ഖുതുബുസ്സമാന്റെ ഖബറിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദമുയർന്നാൽ ഉയരുന്നുണ്ടാകാം. ഒരുപക്ഷേ നമുക്കത് കേൾക്കാനുള്ള കരുത്തില്ലല്ലോ. അത് കേൾക്കാൻ മാത്രമുള്ള മനസ്സിന്റെ പവിത്രത നേടാൻ നമുക്ക് സാധ്യമായിട്ടില്ലല്ലോ. നമ്മുടെ മനസ്സ് അത്രമാത്രം ശുദ്ധമല്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ കൽബുകളെ നന്നാക്കണേ തമ്പുരാനേ. മഹ്ശറാണ് എന്റെ വിഷയം. മഹ്ശർ എന്ന് പറയുമ്പോൾ കാത്തിരിപ്പിന്റെ ലോകമാണ്. ആ കാത്തിരിപ്പിന്റെ ലോകത്തേക്ക് കടക്കുമ്പോൾ കവാടത്തിൽ ഞാൻ ഇങ്ങനൊരു സംഭവം പറഞ്ഞു വെച്ചുവെന്നേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ വിഷയമാണ്. എത്തുന്നിടത്തെത്തട്ടെ, നമുക്ക് ആ ക്ലിപ്ത സമയം വരെ പോകാം. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഈ ലോകത്തുനിന്ന് സകലരും മരിച്ചു പിരിയുന്ന രംഗം നമുക്ക് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. മരണാനന്തരമുള്ള പുതിയ ലോകപ്രവേശമാണല്ലോ ഈ മഹ്ശർ എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള സകലതും നശിക്കുമെന്ന് ചരിത്രം പഠിപ്പിച്ചതല്ല, അള്ളാഹുവിന്റെ അലംഘനീയമായ ഹബലുൽ മത്തീൻ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. നമ്മൾ മുറുകെ പിടിക്കേണ്ട ബലമുള്ള കയറാകുന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ ഭൂമുഖത്തുള്ള സകലതും നശിക്കും, അല്ലാഹു അല്ലാത്ത മുഴുവൻ നശിക്കും. അല്ലാഹു അല്ലാത്ത മുഴുവൻ നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് മഹത്തുക്കൾ മറ്റൊരർത്ഥവും കൂടി കളിച്ചു. ഇല്ലാ വജ്ഹഹു, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്തതല്ലാത്ത മുഴുവൻ നശിച്ചു പോകുമെന്നും അർത്ഥമുണ്ട്. അതിരിക്കട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരാകുന്ന മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു എല്ലാവർക്കും മരണം, ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കൾക്കും മരണം വിധിച്ചതിന്റെ ശേഷം മാലാഖമാരോട് പറയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മരണം വരിക്കാൻ പറയും. താരീഖിന്റെ കിതാബിലുണ്ട്, ഹദീസിന്റെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സകലരോടും മരിക്കാൻ കൽപ്പിക്കും. അവസാനം മലക്കുൽ മൗത്തും പടച്ചറപ്പും ബാക്കിയാകും. അല്ലാഹുവിന്റെ മാലാഖമാരിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ബാക്കിയാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും, യാ മലക്കൽ മൗത്ത്, ഏ മലക്കുൽ മൗത്തേ, മലക്കുൽ മൗത്തേ, മരണം കൊണ്ട് കൽപ്പിക്കപ്പെട്ട മലക്കെ, അല്ലാഹു ചോദിക്കും, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഈ ലോകത്തിന് മരിക്കാൻ അഥവാ റൂഹ് പോകാൻ അഥവാ ചേതനയറ്റ് പോകാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? പ്രപഞ്ചത്തിന്റെ നാഥന്റെ ചോദ്യമാണ്, അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഖൽഖുകളെ മുഴുവൻ അള്ളാഹു മരിപ്പിച്ചിട്ട് മരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ പടച്ചറപ്പിന്റെ ഉദ്യോഗസ്ഥനാകുന്ന മലക്കിനോട് പടച്ചറപ്പ് ചോദിക്കും, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? മലക്ക് വളരെ വിനയത്തോടെ പറയും, അന്തൽ ഹയ്യുല്ലദീ ലാ തമൂതു, പടച്ചവനെ മരണമില്ലാത്ത നീയുണ്ട് ബാക്കി. മാത്രമല്ല വഅബ്ദുകൽ ലഈഫ് മലക്കുൽ മൗത്ത്, നിന്റെ ബലഹീനനായി അടിമയാകുന്ന ഞാനുമുണ്ട് ബാക്കി റബ്ബേ. നമ്മൾ രണ്ടുപേരുമല്ലാതെ ഭൂമുഖത്തോ ലോകത്തോ ഈ പ്രപഞ്ചത്തിലോ എവിടെയും ഒരു മനുഷ്യന്റെ ജീവിതം ഇനി ബാക്കിയില്ല അല്ലാ.
ഈ ഭൂമുഖത്തൊന്നും ഇനി ബാക്കിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച് അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് കൊണ്ട് മലക്ക് പറയും, അള്ളാഹുവേ നീ മാത്രമാണ്, നിന്റെ ലഈഫായ ഒരു മലക്കാകുന്ന ഞാനും മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത്. അള്ളാഹു മലക്കിനോട് പറയും, അലം തസ്മഉ, നീ കേട്ടിട്ടില്ലയോ, നീ മനസ്സിലാക്കിയിട്ടില്ലയോ, നീ കേട്ടിട്ടില്ലയോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാം മരണം രുചിക്കുമെന്ന വാക്ക് നീ കേട്ടിട്ടില്ലയോ, എന്റെ ആ കലാം നീ ശ്രദ്ധിച്ചിട്ടില്ലയോ, എല്ലാവരും മരണത്തെ ശരിക്ക് രുചിക്കും അനുഭവിക്കും. വ അൻത ഖൽഖും മിൻ ഖൽഖി, നീ എന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടി മാത്രമാണ്, നീ എന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടി മാത്രമാണ്. ഖലഖതു ലിമാ റഅയ്ത്, ഇക്കണ്ടതിന് വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയും നിനക്കും ബാധകമാണ്. ഫമുത്, നീ മരിക്കണം. ഫയമൂത്, ആ സമയത്ത് മലക്കുൽ മൗത്തും മരിച്ചു പോകുന്നു. നമ്മളെ മരിപ്പിക്കാൻ വേണ്ടി പടച്ചറബ് ചുമതലപ്പെടുത്തിയ മലക്കും മരിച്ചു പോകുന്നു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ ഉദ്ധരിക്കുന്നു, അന്നഹു യഅ്മുറുഹു ബിഅൻ യഖ്ബില റൂഹ നഫ്സിഹി, മലക്കിനോട് പടച്ചറബ് നിന്റെ റൂഹ് നീ തന്നെ പിടിച്ചോ എന്ന് കൽപ്പന കൊടുക്കും. റൂഹ് പിടിക്കുന്ന മലക്കിന്റെ റൂഹ് പിടിക്കാൻ മറ്റൊരാളില്ല. അസ്രായിൽ അലൈഹിസ്സലാമിനോട് പടച്ചറബ് പറയും, പിടിച്ചോ, നിന്റെ റൂഹ് നീ തന്നെ പിടിച്ചോ. അള്ളാഹുവിന്റെ കൽപ്പനയാണ് ലോകത്ത് സംഭവിക്കാൻ നിൽക്കുന്ന പ്രപഞ്ച യാഥാർത്ഥ്യത്തിലേക്കാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ സദസ്സിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത്, ഫയജീഉ ബിനഫ്സിഹി, അങ്ങനെ സ്വയം അയാൾ മുന്നോട്ട് വരും. അതാ മലക്കുൽ മൗത്ത് മുന്നോട്ട് വരും. എന്നിട്ട് വന്നിട്ട് വയജീഉ ഇലാ മൗളിഇൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗ്ഗ നരകത്തിന്റെ മധ്യയുള്ള ഒരു സ്ഥലത്തേക്ക് മലക്ക് പോകും. കൃത്യമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സ്വർഗ്ഗ നരകത്തിന് മധ്യയുള്ള ഒരു സ്ഥലത്തേക്ക് ഫയജീഉ ഇലാ മൗളിഇൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്തേക്ക് ഇത് വരും. ആ മലക്ക് വരും. സ്വയം അതിന്റെ റൂഹ് അത് തന്നെ എടുക്കും. മലക്കുൽ മൗത്ത് തന്നെ അതിന്റെ റൂഹ് ഇങ്ങോട്ട് പുറത്തെടുക്കും. നമ്മുടെയൊക്കെ റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചു കൊണ്ടുപോകാൻ വരും. എപ്പോ വരും, എങ്ങനെ വരും, എവിടെ വരും, ഏത് രീതിയിൽ വരും അറിയില്ല. അള്ളാഹുവേ ഞങ്ങൾക്ക് നല്ല ആക്കിബത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. എവിടെ വീണ് മരിക്കുമെന്നറിയില്ല, എവിടെ കിടന്ന് മരിക്കുമെന്നറിയില്ല. മരണം അല്ലാഹു ഒരു യാഥാർത്ഥ്യമായി വിധിച്ചതാണെങ്കിൽ വരുമെന്നുറപ്പുണ്ട്. പടച്ചവനെ ഞങ്ങൾക്കൊക്കെ കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് തരണേ തമ്പുരാനെ. അതിനാണ് നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ മഹാന്റെ തൃപ്തി നേടുന്നത്. നോക്കണം നിങ്ങൾ, മലക്കുൽ മൗത്തിന്റെ ആ സന്ദർഭത്തെ കുറിച്ച് ഗൗരവത്തോടെ ഹദീസിൽ പറഞ്ഞു. ഈ പറയുന്ന വിഷയം നിങ്ങളൊക്കെ ശരിക്ക് തലയിലേറ്റണം, ചിന്തിക്കണം. വരാൻ പോകുന്ന കാര്യമാണ്. ഫയസിഹു സ്വൈഹതൻ, മലക്ക് തന്റെ റൂഹ് ഇങ്ങോട്ട് പുറത്തെടുക്കുമ്പോൾ ഒരു അട്ടഹാസം അട്ടഹസിക്കുമ്പോൾ, ഹദീസിന്റെ കിതാബല്ലേ സാദിഖുൽ മസ്ദൂഖ് അല്ലേ പറഞ്ഞത്, മലക്ക് തന്റെ റൂഹ് സ്വയം പുറത്തെടുക്കുമ്പോൾ അവൻ ഒരു അട്ടഹാസം നടത്തും. ആ മലക്കിന്റെ വായിൽ നിന്ന് അട്ടഹാസത്തിന്റെ ഒരു ശബ്ദം പുറത്തു വരും. ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളും ഹയാത്തിലുള്ള സമയമായിരുന്നുവെങ്കിൽ, ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളും ഹയാത്തുള്ള സന്ദർഭമായിരുന്നുവെങ്കിൽ, ആ ഒറ്റ അട്ടഹാസത്തിന്റെ ഗൗരവം കൊണ്ട് മുഴുവൻ പേരും ഒറ്റയടിക്ക് മരിച്ചു പോകുമായിരുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മലക്കുൽ മൗത്തിന്റെ റൂഹ് മലക്കുൽ മൗത്ത് പിടിക്കുമ്പോ വേദന കൊണ്ട് പുളഞ്ഞിട്ടൊരു അട്ടഹാസമാണ്. ആ അട്ടഹസിക്കുന്ന സന്ദർഭത്തിൽ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും ജീവജാലങ്ങളും ഇല്ലല്ലോ. ഉണ്ടായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് പറയുന്നു, സകലരും മരിക്കാൻ ആ ഒറ്റ ഘോരമായ അട്ടഹാസം മതിയായിരുന്നേനെ. ആ ഘോരമായ അട്ടഹാസം കൊണ്ട് മുഴുവനും മരിച്ചു പോകും. അതിന്റെ ഗൗരവം ഒന്ന് ഓർക്കണേ നിങ്ങൾ. ഇത് ശരിക്കും മലക്കുൽ മൗത്തിന് ബോധ്യപ്പെടും. മലക്കുൽ മൗത്ത് അനുഭവിക്കുമ്പോൾ മലക്കുൽ മൗത്ത് യഖൂലു, മലക്കുൽ മൗത്ത് തന്നെ സ്വയം പറയും. ഹദീസിന്റെ കിതാബിലുണ്ട്, മലക്കുൽ മൗത്ത് തന്നെ സ്വയം പറയും, ലൗ കുന്തു അലിംതു അന്ന ലിനസ്ഇർ റൂഹി മിത്ല ഹാദിഹി ശിദ്ദ, പടച്ചവനെ ഈ റൂഹ് പിടിക്കുന്നതിന് ഇതുപോലത്തെ ഒരു ശിദ്ദത്തുണ്ടെന്ന് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോൾ ഇത്രമാത്രം ഗൗരവമുള്ള സംഗതിയാണിത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്ക് വന്ന വേദന പോലത്തെ വേദന വരുമെന്ന് എനിക്ക് ബോധമുണ്ടായിരുന്നുവെങ്കിൽ, വൽ മുറാറത്ത്, ഇതിന്റെ ആ മുറാറത്ത് അഥവാ അതിന്റെ ആ കയ്പുണ്ടല്ലോ, പ്രതിസന്ധി ഉണ്ടല്ലോ, പ്രയാസമുണ്ടല്ലോ, അത് ഇത്രത്തോളം ഉണ്ടെന്ന ബോധ്യം എനിക്ക് മുമ്പുണ്ടെങ്കിൽ, കുന്തു അലാ ഖബലി അർവാഹിൽ മുഅ്മിനീന അശദ്ദ ശഫഖ, ഞാൻ മുഅ്മിനീങ്ങളെ റൂഹ് പിടിക്കുമ്പോൾ കഴിയാവുന്ന വിധത്തിൽ ഞാൻ ശഫഖത്ത് പ്രകടിപ്പിക്കുമായിരുന്നു, ഞാൻ അവരോട് മൃദുലത പ്രകടിപ്പിക്കുമായിരുന്നു. എനിക്കന്ന് അറിയാൻ കഴിഞ്ഞില്ലല്ലോ, ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്, ഇപ്പോഴല്ലേ എനിക്കത് അറിയാൻ പറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് മലക്കുൽ മൗത്ത് പോലും അതിന്റെ ശിദ്ദത്ത് അനുഭവിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ശ്രദ്ധിച്ചോ, നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്.
ആ ഒറ്റ അട്ടഹാസം കൊണ്ട് ഭൂമുഖത്തുള്ള മുഴുവനും മരിച്ചു പോകുമെന്ന്. എന്താ ഗൗരവം? മഹ്ശറിലേക്കുള്ള കവാടമാണ് ഈ പറയുന്നത്. ആ കവാടത്തിലേക്ക് കടക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു ആദ്യം മരിപ്പിക്കുകയാണ്. ഒരാളും ബാക്കിയില്ലല്ലോ, ഭൂമുഖത്തൊരു ജീവിയും ബാക്കിയില്ല, ഒരാളും ബാക്കിയില്ല. പടച്ചറബ് ചോദിക്കും. അല്ലാഹ് ചോദിക്കുകയാണ്. പടച്ചറബ് പിന്നെ ഭൂമുഖത്തുള്ള മനുഷ്യരും വാനലോകത്തുള്ള മലക്കുകളടക്കമുള്ള അല്ലാഹുവിന്റെ മലക്കുൽ മൗത്ത് അടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും മണ്ണടിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ പടച്ചറബ് ചോദിക്കുകയാണ്, ഫയഖൂലുല്ലാഹ് ഐനൽ മുലൂക്, എവിടെയാണ് രാജ്യം ഭരിച്ചവർ, എവിടെയാണ് വലിയ സിംഹാസനത്തിൽ കയറി ഞെളിഞ്ഞിരുന്നവർ? വഅൈന അബ്നാഉൽ മുലൂക്, രാജകൊട്ടാരത്തിൽ അധികാരത്തിന്റെ ചിഹ്നങ്ങൾ തന്റെ പിതാവിനുണ്ടെന്ന് കരുതി അഹങ്കരിച്ചുകൊണ്ട് നടന്ന കുട്ടി രാജാക്കന്മാരെവിടെയാണ്? എവിടെയാണ് സ്ഥാനലബ്ധിക്ക് വേണ്ടി കാത്തിരുന്ന അനന്തരഗാമികളായ രാജാക്കന്മാർ? ഐനൽ ജബാബിറത്തു അബ്നാഉൽ ജബാബിറ, എവിടെയാണ് ഈ ജബാബിറത്തിന്റെ ആളുകൾ? എവിടെയാണ്? എവിടെയാണ്? ഐന അബ്നാഉൽ ജബാബിറ, ഐനൽ ജബാബിറത്തു വഐന അബ്നാഉൽ ജബാബിറ. ജബ്ബാരീങ്ങളായ വലിയ ഗൗരവമുള്ള അധികാരവും പദവിയും കൊണ്ട് നടന്നിരുന്ന ആളുകൾ മുഴുവൻ എവിടെയാണ്? അവരുടെ മക്കൾ എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, വഅൈനല്ലദീന കാനൂ യഅകുലൂന ഖൈരി വയഅബുദൂന ഗൈരി. ആ ചോദ്യത്തിന്റെ ശൈലി നോക്കണം, പടച്ചറബ്ബിന്റെ ചോദ്യത്തിന്റെ ശൈലി നോക്കണം. വഅൈനല്ലദീന കാനൂ യഅകുലൂന ഖൈരി വയഅബുദൂന ഗൈരി. എന്റെ നന്മകൾ ഭുജിച്ചുകൊണ്ട് എന്റെ ആരാധനക്കപ്പുറത്ത് പോയി മറ്റുള്ളവരെ ആരാധിച്ചവരെവിടെയാണ്? എന്റെ ആരാധന വൃത്തത്തിൽ നിന്ന് പുറത്തു പോയവർ ആരുണ്ട്? എന്റെ ഖൈർ നിന്ന് കൊണ്ടുപോയവർ? മറുപടിയില്ല. അല്ലാഹു തന്നെ സ്വയം ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നിന്റെ അധികാരസ്ഥനാരാണ്? ഇന്ന് അധികാരമാരുടെ കൈവശമാണെന്ന് പടച്ചറബ് ചോദിക്കുമ്പോൾ മറുപടി പറയും, അല്ലാഹു തന്നെ പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അല്ലാഹുവിനാണ് സകലമാന അധികാരങ്ങളും. അല്ലാഹുവിൽ അധികാരം മുഴുവൻ നിക്ഷിപ്തമാണ്. മറ്റൊരാളും അല്ലാഹുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുവാനോ തടുക്കുവാനോ തകർക്കുവാനോ ഇല്ല. അങ്ങനത്തെ ഒരു ലോകത്തെക്കുറിച്ച് പടച്ചറബ് പറയുന്നു. ആ ലോകത്ത് മുഴുവനും മരിച്ചുപോയി, അല്ലാഹു മാത്രം ബാക്കിയായി. അല്ലാഹുവിന്റെ വചകല്ലാത്ത മുഴുവൻ കുല്ലു ശൈഇൻ ഹാലികുൻ, സകലം നശിച്ചു പോകുന്ന ഒരു സുദിനം വരും. ആ നാശമാകുന്ന ഖിയാമത്ത് വരുമ്പോഴും അതിന്റെ മുമ്പും മരിച്ചു പോകുന്ന മനുഷ്യരുണ്ടല്ലോ. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞൊരു വാക്കുണ്ട്, ഖദ്റു ശിദ്ദത്തിൽ മൗതി വ ഖുർബിഹി, മരണത്തിന്റെ ആ ഖദ്റു ശിദ്ദത്തുൽ മൗത്ത്, മരണത്തിന്റെ റൂഹ് പിടിക്കുമ്പോൾ ആ ശിദ്ദത്തുണ്ടല്ലോ, അലൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ റൂഹ് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശിദ്ദത്തിന്റെ ഖദ്ർ എത്രയാണ്, അതിന്റെ അളവ് എത്രയാണ്? സാധാരണ ഒരു ഫോഴ്സിനെ കുറിച്ച് നമ്മൾ ഒരു പക്ഷേ കുതിരശക്തി എന്ന് പറയും, ഹോഴ്സ് പവർ. അതല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ കിലോ കണക്കിലോ മീറ്റർ കണക്കിലോ കണക്കാക്കും. ഒരു മാപ്പിനി ഉണ്ടാകും, മെഷർമെന്റിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാകും. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിന്റെ ശിദ്ദത്തിന്റെ അളവ് എത്രയാ? കഖദ്രി 300 ലർബത്തിൻ ബിസൈഫ്, 300 ലർബത്തിൻ ബിസൈഫ്, 300 വാള് കൊണ്ടുള്ള വെട്ട് പോലെ. ഒരുപാട് വെട്ടുകളും കൊലപാതകങ്ങളും നമ്മൾ കണ്ടു. 54 വെട്ടും 64 വെട്ടും ഒക്കെ കെട്ടവരാ നമ്മള്. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിക്കുന്നു, 300 വെട്ട് വാളുകൊണ്ട് വെട്ടുമ്പോൾ ഒരു മനുഷ്യൻ സഹിക്കുന്ന വേദന എത്രയുണ്ട്? ജീവനുള്ള ശരീരത്തിൽ 300 വെട്ട് വെട്ടുമ്പോൾ എന്തനുഭവിക്കും? അത്ര വലിയ വേദന മരണത്തിനുണ്ടേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മരണവേദന ലഘൂകരിച്ച് തരുമാറാവട്ടെ. ശരിക്കും ചിന്തിക്കണം, ഇത് അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തിലേക്കാ പറയുന്നത്, വെറുതെ പറയുന്നതല്ലോ. അല്ലാഹുവിന്റെ തിരുദൂതരല്ലേ പറയുന്നത്, ദീനല്ലേ പഠിപ്പിക്കുന്നത്. ഗൗരവത്തോടെ നോക്കും നിങ്ങൾ. വഖദ് ബയ്യന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ശിദ്ദത്തുൽ മൗത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ എന്താ? ശിദ്ദത്തുൽ മൗത്ത് അഥവാ മരണത്തിന്റെ കാഠിന്യം എന്ന് പറയുന്ന നസീഹത്തും മിൻഹു ലി ഉമ്മത്തിഹി, ഉമ്മത്തിനുള്ള നസീഹത്താണ്. ഇത് ഉമ്മത്തിനുള്ള നസീഹത്താണ്, സമൂഹത്തിനുള്ള പാഠമാണ്, സമൂഹത്തിനുള്ള ഗുണപാഠമാണ്. എന്തിന്? ലികൈ യസ്തഇദ്ദു, അവരെല്ലാവരും തയ്യാറായി നിൽക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ റെഡിയായി നിൽക്കണം. ലികൈ യസ്തഇദ്ദു ലഹു വയസ്ബിറു അലാ ശദാഇദിദ് ദുനിയാ, ദുന്യാവിൽ നിന്ന് എന്തെങ്കിലും ശിദ്ദത്ത് അഥവാ കാഠിന്യം, പ്രയാസം, പ്രതിസന്ധി വന്നാൽ ക്ഷമിക്കണം. ദുന്യാവിലെ പ്രതിസന്ധിയിൽ ക്ഷമിക്കണം. അല്ലാഹുവിനെ മറന്നുകൊണ്ട് പെരുമാറരുത്. ദുന്യാവിലൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്കും പടച്ചറബിനെ തള്ളിപ്പറയരുത്. എന്തെങ്കിലും ഒരു ജീവിത പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും ദീനിൽ നിന്ന് അകന്നു പോകരുത്. ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും നിൽക്കണം. കാരണം എന്താ? ലിഅന്ന സ്വബ്റ അലാ ശദാഇദിദ് ദുനിയാ, ദുന്യാവിലെ എന്തെങ്കിലും പ്രതിസന്ധിക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കൽ, സഹിച്ചു കൊടുക്കൽ, ഐസറു മിൻ ശിദ്ദത്തിൽ മൗത്ത്,
അത് മരണത്തിന്റെ കാഠിന്യത്തെക്കാൾ എളുപ്പമുള്ള സംഗതിയാണ്. മരണത്തിന്റെ കാഠിന്യത്തെക്കാൾ എളുപ്പമുള്ള സംഗതിയാണ് ദുനിയാവിലെ പ്രതിസന്ധിയിലും വിഷയത്തിലും പ്രയാസത്തിലും സഹിക്കൽ. ലിഅന്ന ശിദ്ദത്തൽ മൗതി മിൻ അദാബിൽ ആഖിറ. മരണത്തിന്റെ വേദന എന്ന് പറയുന്നത് പരലോകത്തിന്റെ ഒരു ഭാഗമാണ്, അദാബുൽ ആഖിറത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നു. നാളെ പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയുടെ ഒരു ആദ്യപടിയാണ് മരണത്തിന്റെ വേദന. മാത്രമല്ല വഅദാബുൽ ആഖിറതി അശദ്ദു മിൻ അദാബിദ് ദുനിയ. പരലോകത്തെ അദാബാണ് ദുനിയാവിലെ ബുദ്ധിമുട്ടിനേക്കാൾ പ്രയാസമെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ദുനിയാവിൽ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും പിടുത്തം വിടരുത്, മനസ്സ് പതറരുത്. ദുനിയാവിൽ എന്ത് ബുദ്ധിമുട്ട് പഠിച്ചറബ് നമുക്ക് തന്നാലും പഠിച്ചവനെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷ തരണേ എന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്ക് പരലോകത്ത് രക്ഷ തരുമാറാവട്ടെ. അങ്ങനെ വേണ്ട. നമ്മുടെ അലിമികളൊക്കെ അങ്ങനെ, മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ദുനിയാവിൽ അവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ശരി, പരലോകത്ത് അവർ സഹിക്കാൻ കഴിയാത്ത വിഷമം വരരുത് എന്ന് പ്രാർത്ഥിക്കും. ദുനിയാവിൽ വരുന്ന പ്രതിസന്ധിയിൽ അവർ പതറിയിട്ട് പിടുത്തം വിടൂല. അതാണ് ആ പിടുത്തം വിടാതെ ശരിക്ക് പിടിച്ചു നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാലോ ഖബറിനെ നമുക്ക്, അഥവാ ആദ്യ കവാടമാകുന്ന മഹ്ശറിലേക്കുള്ള വൻ കവാടമാകുന്ന ഖബറിനെ നമുക്ക് നന്നാക്കാൻ പറ്റും. അല്ലാഹു നമ്മുടെ ഖബറിനെ സ്വർഗ്ഗ പൂന്തോപ്പാക്കി തരുമാറാവട്ടെ. മഹാന്മാർ പറഞ്ഞ അങ്ങനെ ഖബർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വൽഖബറു റൗളത്തും മിനൽ ജിനാനി ഔ ഹുഫറത്തും മിൻ ഹുഫറത്തിൻ നീറാനി. ഖബർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളൊക്കെ ദ്വാരക്കുമ്പോൾ കേട്ടില്ലേ, ഖബർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫറത്തിൻ നീറാനി. അതല്ലെങ്കിലോ നരകത്തിലെ വലിയൊരു കുണ്ടായിരിക്കും, രണ്ടിലൊന്നായിരിക്കും. ഇയേകു ഖൈറൻ ഫല്ലദീ മിൻ ബഅദിഹി അഫ്ളലു ഇൻദാ റബ്ബിനാ ലിഅബ്ദിഹി. ഈ ഖബർ ഖൈറായി വന്നാൽ അതിന്റെ പിറകെ വരാനുള്ളത് മുഴുവനും നമുക്ക് ഖൈറായി വരുമെന്ന് ദീൻ പഠിപ്പിക്കുന്നു. ആദ്യ കവാടമാകുന്ന ഖബറിൽ നമുക്ക് ഗുണം വന്നാൽ അതിന്റെ അടുത്ത കവാടം ഗുണകരം തന്നെ. ആദ്യ കവാടം പഴച്ചുപോയ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സഞ്ചരിച്ച വ്യക്തി അവന് നാശമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഖബർ നാശമായിരിക്കും. പിന്നെ അതിന്റെ പുറകിലുള്ളതും നാശമാണ്. ഖബർ നാശമാകുമ്പോ പുറകെയുള്ളതും നാശമാണ്. പിന്നെ നാശമാണ് വരുന്നത്. കാരണം അൻസബീലില്ലാഹി സ്വദ്ദാവൻ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തേറ്റ് വ്യതിചലിച്ചു പോയി. തല്ലാഹി ലൗ ആലിംത മാ വറഅക ലമാ ലഹിഖത വലഖതർതൽ ബുകാ. ലമാ ലഹിഖത, നീ കരയില്ല. നിന്റെ ശേഷം വരാനുള്ള സംഗതിയെ കുറിച്ച് നിനക്ക് ബോധമുണ്ടെങ്കിൽ ലമാ ലഹിഖത, നീ കരയില്ല. വലഖതർതൽ ബുകാ വലഖതർതൽ ബുകാ, നീ നന്നായിട്ട് കരയും. കരച്ചിലോട് കരച്ചിലായിരിക്കും, നീ കരഞ്ഞുകൊണ്ടേയിരിക്കും. മഹാന്മാര് കരഞ്ഞിട്ടുണ്ട്. മഹ്ശരെ കുറിച്ച് ഓർത്തുകൊണ്ട്, ഖബറിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞ മഹത്തുക്കളെ കുറിച്ച് ചെറുപ്പത്തിലേ പഠിക്കുന്നുണ്ട്. അല്ലാഹുവേ, ആ മഹ്ശറയുടെ ആദ്യ കവാടമാകുന്ന ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ തമ്പുരാനെ. ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബ് മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗരേഖ പടച്ചറബിന്റെ തിരുദൂതർ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ രക്ഷപ്പെടാം? ഒരിക്കൽ പരിശുദ്ധ ഹബീബ് തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു. സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബത്തെ മഹ്ശർ എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. അതിന്റെ ആദ്യ കവാടമാകുന്ന ഖബർ വലിയ പ്രയാസമുള്ളതാണ്. ഖബറിലേക്ക് ഒരു മനുഷ്യനെ വെച്ചാൽ ഖബറിന്റെ ഇടുക്കലുണ്ട്, വാരിയെല്ലുകൾ കോർത്തു പോകും. വാരിയെല്ലുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകും. എന്തൊരു ഗൗരവമുള്ള കാര്യമാണ്. നമ്മളെത്ര മയ്യത്തിനെ കൊണ്ടുപോയി വെച്ചവരാണ്. എത്ര പേര് കുളിപ്പിച്ചു കൊണ്ടുപോയി. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഇനി നമ്മളെ മേൽ ആര് മണ്ണിടുമെന്ന സംശയമേ നമുക്കുള്ളൂ. നമ്മൾ ഒരുപാട് പേരെ മണ്ണിട്ടു. ഇനി നമ്മളെ മേൽ ആര് മണ്ണിടും? അല്ലാഹുവേ, ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. അവിടെയാണ് ശരിക്കും ആമീൻ പറഞ്ഞോളൂ, അതേ രക്ഷയുള്ളൂ. പരിശുദ്ധ തിരുദൂതര് പറയുന്ന മൻ അറാദ അൻ യൻജു മിൻ അദാബിൽ ഖബർ. ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആരാണ് ആഗ്രഹിക്കാത്തത്? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ആരെങ്കിലും തേടുന്നുവെങ്കിൽ മൻ അറാദ, നിങ്ങൾക്ക് വല്ലവർക്കും ഉദ്ദേശമുണ്ടെങ്കിൽ അൻ യൻജു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ പിടുത്തത്തിൽ നിന്ന്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടണമെന്ന് നിങ്ങൾക്ക് മോഹമുണ്ടോ? ഫഅലൈഹി അൻ യുലാസിമ അർബഅത അശിയാ. 4 കാര്യങ്ങൾ നിങ്ങൾ നിരന്തരമായി പിന്തുടരണമെന്ന് പരിശുദ്ധ തിരുദൂതർ പഠിപ്പിക്കുന്നു. 4 കാര്യങ്ങൾ നിരന്തരമായി പിന്തുടരണം. 4 കാര്യങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 4 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമാക്കണം. 4 കാര്യങ്ങൾ നിങ്ങൾ സ്വായത്തമാക്കണം. അതിൽ ഒന്നെന്താ? അൽ മുഹാഫദതു അലസ്സലാ, കൃത്യമായി നിസ്കരിക്കണേ.
അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കാൻ പോകണം. നിസ്കാരമില്ലാതെ കേവലം ഇത്തരം പ്രവർത്തനത്തിന് വന്നിട്ട് ഫലമില്ല. അടിസ്ഥാനമായൊരു മുഅ്മിനിന്റെ കുഫറിൽ നിന്നവനെ വേർതിരിക്കുന്ന ബൈനൽ കുഫ്രി വൽ അബ്ദി അസ്സലാ എന്ന് പഠിപ്പിച്ച മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ് നിസ്കാരം. ആ ഐഡന്റിറ്റി കൃത്യമായി കാത്തു സൂക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും വല്ല അലംഭാവവും എപ്പെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നീക്കണം. നിസ്കാരം വളരെ പ്രധാനമാണ്. ഖബറിലെ അദാബ് ഏറ്റവും കൂടുതൽ നിസ്കരിക്കാത്തവർക്കാണ്. നിസ്കരിക്കാതെ ഖബറിലേക്ക് ചെന്നാൽ ആ മനുഷ്യനെ പടച്ച റബ്ബ് ഖബറിലിട്ട് കൊണ്ട് മണ്ണ് കൊണ്ട് ഇടുക്കിയിട്ടവന്റെ വാരിയല് പൊട്ടിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണേ. മറ്റൊരായത്തിൽ പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി, എന്റെ ദിക്റിൽ നിന്ന് പിന്തിരിഞ്ഞ് പൊയ്ക്കളഞ്ഞാൽ നിസ്കരിക്കാത്ത മനുഷ്യൻ എന്നതിന് അർത്ഥമുണ്ട്. അള്ളാഹനെ ഓർക്കുന്ന ഈ പ്രവർത്തനം ചെയ്യാതിരുന്നാൽ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. മഈശതൻ ദൻകൻ എന്ന് പറഞ്ഞ പദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ഖബറിലെ ഇടുക്കമാണത്, ഖബറിലെ ഞെരുക്കമാണത്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ഒരു മരുന്ന് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ച 5-1 5 മരുന്നുകൾ നിങ്ങൾക്കുണ്ടെന്ന് പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു ഖബറിലെ അദാബിനെ തൊട്ട് രക്ഷപ്പെടും. ഒന്ന്, നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം. നിസ്കരിച്ചാൽ പോരാ, കൃത്യമായി നിസ്കരിക്കണം. സ്വലാത്ത് പോരാ, ഇഖാമത്തു സ്വലാത്ത് വേണം. വഅഖീമുസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്തണേ എന്നാണ് ഖുർആൻ പറഞ്ഞത്, നിസ്കരിക്കണമെന്നല്ല. രണ്ടാമത്തേത് അസ്വദഖത്തു, ദാനധർമ്മങ്ങൾ നിർവഹിക്കണം. പണമുള്ളവൻ ധർമ്മം കൊടുക്കണം. അവന്റെ തടി കൊണ്ട് ധർമ്മം കൊടുക്കാൻ കഴിയുന്നവൻ അങ്ങനെ കൊടുക്കണം. എങ്ങനെയാണ് ദാറുൽ രൂപപ്പെട്ടത്? എങ്ങനെയാണ് ഈ സംവിധാനങ്ങളൊക്കെ വളർന്നത്? എങ്ങനെയാണ് വിശ്വപ്രശസ്തരായ കുറെ വിദ്യാർത്ഥികൾ വാർത്തുവിടാൻ കഴിഞ്ഞത്? ലോകോത്തര പ്രവർത്തനങ്ങൾക്ക് യോഗ്യനായ ഒരു പടയെ നമുക്ക് സജ്ജമാക്കാൻ എങ്ങനെ കഴിഞ്ഞു? ഇന്ത്യയിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രബോധനം പുറത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് എങ്ങനെ കഴിഞ്ഞു? നിങ്ങൾ ഓർത്തു നോക്ക്, കെനിയയിൽ വരെ ഇസ്ലാമിന്റെ സന്ദേശമെത്തി. ഇസ്ലാമിന്റെ പ്രബോധനം ഇങ്ങോട്ട് കടന്നു വന്ന കാലം കഴിഞ്ഞ് പഠിച്ച ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് പടച്ചറപ്പ് നമ്മൾ ഉയർത്തിയില്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കെനിയയിൽ പോലും നമ്മൾ സമത്വയുടെ പതാക നാട്ടി. ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ അത്രമാത്രം നമ്മൾ ഉയർന്നു പോയി. അല്ലാഹുവേ ഖൈർ നൽകണേ തമ്പുരാനെ. അതിനുവേണ്ടി പ്രവർത്തിച്ചവരും മരിച്ചവരുമായ ഒരുപാട് നേതാക്കൾ നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട ബാപ്പുട്ടി ഹാജി സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ, എം ബഷീർ മുസ്ലിയാർ, ആ നിര നീണ്ടതാണ്. നവ്വറല്ലാഹു മറാഖിദഹും, പടച്ചവനെ അവരുടെ ഖബറുകളെ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. അവരെ ഖബറിൽ എന്തോ ഒരു സന്തോഷം അനുഭവിക്കുന്നു. ചെറുശ്ശേരി സാദ് കിടക്കുന്നത് കണ്ടില്ല ശൈഖുന? ആ മഹാനുഭാവന്റെ ഖബറിൽ നമ്മുടെ കുട്ടികൾ ഓതുന്നു, വിശുദ്ധ ഖുർആൻ ഓതുന്നു, ദുആ ചെയ്യുന്നു. എപ്പോഴും ദുആ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്കെന്റെ കുട്ടികൾക്കിടയിൽ മരിച്ചു കിടക്കണം, എന്റെ ഖബർ എവിടെയാകണമെന്ന് പറയാൻ മാത്രം ഒരു സ്ഥാപനത്തെ സ്നേഹിച്ചൊരു വലിയ മഹാൻ നമ്മുടെ മുമ്പിൽ നിന്ന് കടന്നുപോയി. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കൂടെ സ്വർഗത്തിലും പ്രവേശിക്കാൻ തൗഫീഖ് തരണേ തമ്പുരാനെ. ജീവിതകാലത്ത് കൈപിടിച്ചിട്ടുണ്ട്, ജീവിതകാലത്ത് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഒന്നിച്ചിരുന്നിട്ടുണ്ട്, സ്റ്റേജിൽ ഒന്നിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ആ മുറാഫഖത്ത് കഴിവില്ലാത്ത സാധുക്കളായ ഞങ്ങൾക്ക് ആ സ്നേഹം കൊണ്ട് പരലോകത്തും നൽകണേ തമ്പുരാനെ. ഒന്ന് ചിന്തിക്കണം നിങ്ങൾ. അവരൊക്കെ നേടിപ്പോയി, അവരൊക്കെ വലിയ നേട്ടത്തിന്റെ ഉടമകളായി, അവരൊക്കെ വലിയ നേട്ടത്തിന്റെ സൗഭാഗ്യവാന്മാരായി ഉന്നത ശ്രേണിയിലെത്തി. നോക്കണം, അതാണ് പറഞ്ഞത് അസ്വദഖത്തു, ദാനധർമ്മം കൊടുക്കണം. ഒരാളും ധർമ്മം കൊടുത്തില്ലെങ്കിൽ ദാറുൽ ഹുദ ഉണ്ടാവില്ല. ഒരാൾ കൊടുത്തില്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു പള്ളിയും സ്ഥാപനവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ ദാനധർമ്മം പ്രധാനമാണ്. സമ്പത്തുള്ളവൻ കൊടുക്കണം, കൊടുത്തേ പറ്റൂ. അല്ലാഹുവിന്റെ ദീനാ പറഞ്ഞത്, പഠിപ്പിച്ചത്. മൂന്നാമത്തത് ഖിറാഅത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. സ്വതക്ക കൊടുക്കുന്നവനെ ഖബർ എടുക്കൂല. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനെ ഖബറിൽ തേളും പാമ്പും ദ്രോഹിക്കാൻ വരൂല. അല്ലാഹുവിന്റെ കലാം കൃത്യമായി ഓതുന്ന മനുഷ്യനാണോ അവനെ ബുദ്ധിമുട്ടിക്കാൻ ആരും വരൂല. ആ കലാം അവന് ഷാഫിയായിട്ട് വരും. ഖുർആൻ ശുപാർശ ചെയ്യാൻ അധികാരമുള്ള സാധനമാണ്. അവസാനം പറയുന്നു കസ്റത്തു തസ്ബീഹ്, കസ്റത്തു തസ്ബീഹ്. നാലാമത്തത് കസ്റത്തു തസ്ബീഹ്, തസ്ബീഹ് വർദ്ധിപ്പിക്കുക. അങ്ങനെ 4 കാര്യങ്ങൾ. തസ്ബീഹ് നല്ലവണ്ണം വർദ്ധിപ്പിക്കുക. അങ്ങനെ തസ്ബീഹ് ഖബറിൽ നിന്ന് നല്ലവർ ഉഴുത്തെഴുന്നേൽക്കുമ്പോൾ പോലും തസ്ബീഹും തക്ബീറുമാണത്രേ. ഹദീസിന്റെ കിതാബിലില്ലേ? നല്ല മനുഷ്യർ ഖബറിൽ നിന്ന് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന രംഗമുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ. അവർ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് എന്താണ് അവർ പറയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ശരിക്ക് ഓതുന്ന മനുഷ്യൻ, ശരിക്ക് കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യൻ, സമ്പത്ത് നല്ലതിന് വേണ്ടി വിനിയോഗിച്ച മനുഷ്യൻ,
അവൻ കൃത്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗരൂപേണ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി തസ്ബീഹൊക്കെ വർദ്ധിപ്പിച്ചു. അവൻ ഖബറിൽ നിന്ന് പിന്നീട് എഴുന്നേൽക്കാൻ എങ്ങനെയാ? യഖൂലൂന അൽഹംദുലില്ലാഹ്, ഖബറിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞ് എഴുന്നേൽക്കുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. നല്ല സുഖമായ നിദ്രയിൽ നിന്ന് എഴുന്നേൽക്കുന്നവനെ പോലെ യംഫുദൂന തുറാബ മിൻ റൂസിഹിം, തലയിൽ നിന്ന് ഇങ്ങനെ മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് യഖൂലൂന അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൽ എഴുന്നേൽക്കുന്ന നല്ല വിഭാഗം. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. മറ്റവർ എന്നാണ് രണ്ട് ഊത്തിന്റെ ഇടക്കുള്ള വിശ്രമ സങ്കേതമാണ് ഖബർ. ആ വിശ്രമത്തിന്റെ സമയത്ത് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഖാലൂ യാ വൈലനാ മൻ ബഅതനാ മിൻ മർകദിനാ ഹദാ മാ വഅദർ റഹ്മാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എന്ന നാശകാരികൾ പറയുന്ന വാക്ക് നോക്കണം നിങ്ങൾ. നാശകാരികൾ പറയുന്ന വാക്ക് നോക്കണേ. യാ വൈലനാ മൻ ബഅതനാ മിൻ മർകദിനാ. സുഖസുന്ദരമായി ഉറങ്ങുന്ന ഉറക്ക് നഷ്ടപ്പെടുത്തിയതാരാണ്? അവർക്ക് അല്ലാഹുവിന്റെ ബഅത്ത് ഒരു ശാപം പോലെ തോന്നും, ശല്യം പോലെ തോന്നും, സ്വൈരം കെടുത്തിയതുപോലെ തോന്നും. സുന്ദരമായി കിടന്നുറങ്ങുന്നവനെ ഇടയ്ക്ക് വെച്ച് വിളിച്ചുണർത്തി പീഡിപ്പിച്ചവനെ പോലെ തോന്നും. മറ്റവനോ നല്ല സുന്ദരമായി അവൻ എഴുന്നേറ്റ് വരുന്ന രംഗം നബി തങ്ങൾ തന്നെ സന്തോഷിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞവത്രേ, ഫഇന്നി അൻദുറു ഇലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചുപോയ നല്ല മനുഷ്യന്മാർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ് സ്വഹാബ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അവർ മഹ്ശറിലേക്ക് എഴുന്നേറ്റ് വരുന്ന രംഗം കാണുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താണ് നബി തങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ഞാൻ നിർവൃതി അടയുന്നു എന്നല്ല അർത്ഥം. മലക്കുകൾ പോലും പറയുമത്രേ ബുശ്റാകുമുൽ യൗം. എന്താണ് ആ വാചകം? മലക്കുകൾ പോലും പറയുമത്രേ ബുശ്റാകുമുൽ യൗം. അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് മലക്കുകൾ ഇന്ന് നല്ല ദിവസമാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കാൻ നിൽക്കും. മലക്കുകൾ അവർക്ക് സ്വാഗത സംഘമായി അവർക്ക് താരാട്ട് പാട്ട് പാടും. നോക്കണം നിങ്ങൾ. സുഗന്ധം പൂശി സുറുമയിട്ട് കടന്നു വരുമെന്ന് ഖുർആൻ ശുദ്ധ ദീൻ. സുഗന്ധം പൂശിയിട്ടുണ്ടാകും അത്രേ അവർ. സുഗന്ധമിട്ട് സുറുമയിട്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കുളിച്ചൊരുങ്ങി അണിഞ്ഞൊരുങ്ങി നല്ല ഒരു കല്യാണത്തിനോ സദ്യക്കോ പുറപ്പെടാൻ പോകുന്ന പോലെ അല്ലാഹുവിന്റെ മഹ്ശറിലേക്ക് കൂലി വാങ്ങാൻ അണിഞ്ഞൊരുങ്ങി വരുന്നവൻ മരണം തുഹ്ഫത്തുൽ മുഅ്മിനാണ്. അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിൻ. ഭൂമിയിൽ അവൻ ചെയ്ത പ്രവർത്തനത്തിന്റെ കൂലി വാങ്ങാൻ പോവുകയാണവൻ. ഭൂമിയിൽ കട്ടപ്പാട് സഹിച്ചത് അല്ലാഹുവിന്റെ കൂലി പരലോകത്ത് കിട്ടാനാണ്. ഒരു സൈറ്റിൽ പണിയെടുത്തവൻ, വൈകുന്നേരം വരെ അധ്വാനിച്ചവൻ കോൺട്രാക്ടറുടെ സമീപത്തേക്ക് കണക്ക് കൂട്ടുന്ന ദിവസം കൂലി വാങ്ങാൻ പോകുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ ദിവസത്തിൽ അവന് കൃത്യമായൊരു സന്തോഷമുണ്ട്. ഏത് സർക്കാർ ഉദ്യോഗസ്ഥനും ശമ്പളം കിട്ടുന്ന ദിവസം ഓഫീസിലേക്ക് പോകാൻ ഒരു തൃപ്തി ഉണ്ടാകും. ആ സമയത്ത് അവൻ കൃത്യമായി എവിടെ എത്തും നോക്കണം നിങ്ങൾ. വളരെ കൃത്യമായി എത്തും, ചിന്തിക്കണം നിങ്ങൾ. അപ്പോൾ ഒരു മനുഷ്യന് കൂലി കിട്ടുന്ന ദിവസം വളരെ പ്രതീക്ഷയുള്ളതാണ്. നാളെ പരലോകത്ത് ചെന്നിട്ട് നമ്മൾ കൂലി വാങ്ങാൻ പോവുകയാണെന്ന് മരിക്കുന്ന സമയത്ത് ഈ മനുഷ്യന് ബോധ്യമുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് മരിക്കും. അങ്ങനെ ചിരിച്ചുകൊണ്ട് മരിക്കുന്നവൻ ബഅത്തിന്റെ സമയത്തും സന്തോഷത്തോടെ എഴുന്നേൽക്കും. മുതത്വയ്യിബീന മുഖ്തഹിലീൻ. വളരെ വ്യക്തമായി ഹദീസിന്റെ കിതാബിലെ പദപ്രയോഗമാണ് മുതത്വയ്യിബീന മുഖ്തഹിലീൻ. അവര് നല്ല സുറുമയിട്ട് കൊണ്ട് സുഗന്ധം പൂശിക്കൊണ്ട് കടന്നവരും മലക്കുകൾ വന്നുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ഊത്തിന്റെ ശേഷമുള്ള ഉറക്കത്തിന് ശേഷമാണ് ഈ വരുന്നത്. എത്രയാ കാലാവധി? ഒന്നാമത്തെ ഊത്ത് ഊതിയതിന്റെ ശേഷം ലോകം നശിച്ച് പിന്നെ രണ്ടാമത്തെ ഊത്ത് വരുമ്പോ കാലാവധി എത്രയാ? മാ ബൈനൻ നഫ്ഖതൈനി 40 സന. രണ്ട് ഊത്തിന്റെയും ഇടയ്ക്ക് 40 കൊല്ലമാണെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ സുന്ന സ്വഹാബത്തിനെ പഠിപ്പിച്ചു. 40 കൊല്ലമാണ്. രണ്ട് ഊത്തിന്റെ മധ്യയുള്ളത് 40 കൊല്ലമാണ്. യൻസലുല്ലാഹു മാഅം മിനസ് സമാഇ കമനിയ്യിദ് റിജാൽ. പുരുഷേന്ദ്രിയം പോലെ ഒരു മഴ അല്ലാഹു വാനലോകത്ത് നിന്ന് പെയ്യിക്കും. ലോകത്താരുമില്ലല്ലോ, എല്ലാം മരിച്ചു, മലക്കുൽ മൗത്തും മരിച്ചു, പടച്ചുറപ്പ് മാത്രം ബാക്കിയാകുമ്പോൾ 40 വർഷശേഷമുള്ള രണ്ടാമത്തെ ഊത്തിന്റെ ഗതിയാണ് പറയുന്നത്. ആകാശ ലോകത്ത് നിന്നാകും മിനസ് സമാഇ കമനിയ്യിദ് റിജാൽ. ആ രീതിയിൽ ഒരു മഴ പടച്ചുറപ്പ് പെയ്യിക്കും. പുല്ല് പുഷ്പങ്ങൾ മുളച്ച് പൊങ്ങുന്നത് പോലെ, സാധാരണ കുറ്റിച്ചെടികൾ അഥവാ ചെടികൾ സസ്യങ്ങൾ മുളച്ചു പൊങ്ങും പോലെ ഭൂമിയിൽ നിന്ന് മനുഷ്യർ ഉഴുത്തെഴുന്നേറ്റ് വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. ഇതൊരു വല്ലാത്ത സംഭവമാണ്. ആ സന്ദർഭത്തിൽ രക്ഷപ്പെട്ടവരുമുണ്ട്, പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ നല്ല നല്ല ആളുകൾ വിജയിച്ച് കടന്നു വരുന്നത് കാണുമ്പോൾ അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നല്ലവരുമുണ്ട്, ഫമിൻഹും ശഖിയ്യും വസഈദ്, ഫമിൻഹും ശഖിയ്യും വസഈദ്. അപ്പൊ സ്വഹാബത്ത് ഇത് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ചോദിച്ചു, നബിയെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, വമൻ നജാ യാ റസൂലല്ലാഹ്,
ആരാണ് നല്ലവർ രക്ഷപ്പെട്ടവൻ? സഈദിന്റെ കൂട്ടത്തിൽപ്പെടാൻ എന്തുണ്ട് മാർഗം നബിയേ? മരുന്ന് വേണ്ടേ? കാര്യം പറഞ്ഞാൽ പോരല്ലോ, രക്ഷപ്പെടാനുള്ള മാർഗം തേടണ്ടേ? അള്ളാഹുവിന്റെ തിരുദൂതരോട് പുണ്യ സ്വഹാബ ചോദിക്കുന്നു, നബിയേ ആ സന്ദർഭത്തിൽ രക്ഷയുടെ കവാടം തുറക്കാൻ എന്തുണ്ട് മാർഗം? രക്ഷയുടെ കവാടത്തിലേക്ക് സഈദിന്റെ കൂട്ടത്തിലേക്ക് പോകാൻ എന്തെങ്കിലും മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരണേ നബിയേ. പരിശുദ്ധ തിരുദൂതർ വെച്ച് കൊടുത്തിരിക്കുന്നു. ആ പ്രകാശത്തിന്റെ വഴിയിലൂടെ അവരെങ്ങനെ സഞ്ചരിക്കുന്നു. മാത്രമല്ല അവർക്ക് അല്ലാഹു തയ്യാർ ചെയ്തുള്ള ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ കൊടുക്കുന്ന മനോഹരമായ സ്വർഗ്ഗപൂങ്കാവനം. ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അലീം. അവരതിൽ സ്ഥിരമായി താമസിക്കും. അതല്ലാത്ത സൗഭാഗ്യമാണ്, അത് വൻ വിജയമാണ്. അതേ സ്ഥാനത്ത് പരാജയപ്പെട്ട ആളുകൾ പിന്നിലുണ്ട്. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, കാപ്പട്യ വിശ്വാസം വെച്ച് പുലർത്തിയ ആളുകൾ, ദീനിൽ ശരി കുറച്ച വിശ്വാസമില്ലാതെ സംശയാലുക്കളായി കുഴപ്പം സൃഷ്ടിച്ചവർ പറയും, ആണും പെണ്ണും ഉറക്കെ വിളിച്ചു പറയും, ലില്ലദീന ആമനു, വിശ്വസിച്ചവരോട്, വിശ്വാസതാപിൽപ്പെട്ടു പടച്ചറപ്പ് നമ്മളെ കറാവട്ടെ. യുനാദൂനഹും, ഈ അമലു സാലിഹാത്ത് ചെയ്ത് മറക്കപ്പുറത്തെ കവാടത്തിലൂടെ കടന്നുകൊണ്ട് സ്വർഗം തേടി പോകുന്നവർ, അല്ലാഹുവേ ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണേ തമ്പുരാനെ. ഖുതുബുസ്സമാന്റെ ഹഖ്ജാഗ് ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ വിജയം നൽകണേ അല്ലാഹ്. ചിന്തിക്കണേ നിങ്ങൾ. യുനാദൂനഹും, ഈ വിജയിച്ച കൂട്ടർ വിളിച്ചു പറയും, അവർ വിളിച്ചു ചോദിക്കും, അനകും മഅകും, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ലേ ഭൂമിയിൽ? ഖാലൂ ബല, അതെ നിങ്ങൾ ഭൂമിയിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഭൂമിയിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിച്ചിരുന്നു. വലാകിന്നകും ഫതൻതും അൻഫുസകും, നല്ലവര് പറയും, നിങ്ങൾ തന്നെയല്ലേ ഫിത്നയാക്കിയത്. ഭൂമുഖത്ത് നമ്മൾ ഒന്നിച്ചല്ല ജീവിച്ചത്. ബാങ്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. നിങ്ങളപ്പോൾ പള്ളിയിലേക്ക് കടന്നു വരാതെ വൃത്തികേട് ചെയ്തു. പലിശ വാങ്ങണ്ട എന്ന് മതം പറഞ്ഞപ്പോൾ നിങ്ങൾ പണത്തിന്റെ പിന്നാലെ ഓടി. ഞങ്ങൾ പണത്തിൽ സൂക്ഷ്മത പാലിച്ചു. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് ജീവിതത്തിലുണ്ടായിരുന്നു. നിങ്ങളെ തന്നെ ഫസാദാക്കി. ഫതൻതും അൻഫുസകും വതറബ്ബസ്തും, ഈ നല്ല മനുഷ്യന്മാർക്ക് നാശം വരുമെന്ന് നിങ്ങൾ കരുതി കാത്തിരുന്നു. അള്ളാഹുവിനെ ആരാധിക്കുന്ന പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന അവനൊരു പുരോഗതി ഉണ്ടാവില്ല. അവന്റെ കഥയൊക്കെ ഇപ്പൊ തീരുമെന്ന് നിങ്ങൾ കാത്തു. നിങ്ങൾ അതാണ് പ്രതീക്ഷിച്ചത്. ഞങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. വർത്തബത്തും, നിങ്ങൾ സംശയിച്ചു. നിങ്ങൾക്ക് സംശയമുണ്ടായി. അള്ളാഹ് പറഞ്ഞതൊക്കെ നടക്കുമോ? മലക്കുകൾ, അതുപോലെ തന്നെ ഈ ഭൂമുഖത്തുള്ള മനുഷ്യന്റെ ഗതിവിഗതികൾ, പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ സംഭവിക്കുമോ എന്ന നേരിയ സംശയം നിങ്ങൾക്കുണ്ടായി. വറത്തുകുമുൽ അമാനിയോ, നിങ്ങളുടെ മോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു. ഭൂമുഖത്ത് നിങ്ങൾക്ക് വേറെ വേറെ മോഹങ്ങൾ ഉണ്ടായിരുന്നു. നല്ല കെട്ടിടമുണ്ടാക്കണം, പണമുണ്ടാക്കണം, കാറ് വേണം, പണം വേണം. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കേസല്ല കേട്ടോ. നല്ല കാറാവാം, നല്ല വീടാകാം, പക്ഷെ അതിന്റെ മറവിൽ വഞ്ചിതരാകാൻ പാടില്ല. ഹത്താ ജാ അംറുല്ലാഹ്, പടച്ചറബിന്റെ കൽപ്പന വന്നപ്പോഴേക്കും വറക്കും ബില്ലാഹിൽ ഖുറൂർ, അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ പോകേണ്ടതിന് പകരം നിങ്ങൾ ചതിയിൽ കുടുങ്ങിപ്പോയി. പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോയി. നിങ്ങൾ നിസ്കരിക്കാൻ മറന്നുപോയി. നിങ്ങൾ ദിക്ർ ചൊല്ലാൻ മറന്നുപോയി. നിങ്ങൾ സ്വതക്ക് കൊടുക്കാൻ വിസ്മരിച്ചു പോയി. നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ ഭൂസ്വത്ത് മുഴുവൻ സഹിച്ചുകൊണ്ട്, അത് അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിനെ വണങ്ങാതെ പ്രവർത്തിച്ചു. അതിന്റെ നാശമാണ് ഈ വരുന്നത്. സൂറത്തുൽ ഹദീദ് എന്ന് പോയിട്ട് നോദണം നിങ്ങൾ. ഞാൻ ഈ ഓതിയ മുഴുവൻ ആയത്തുകളും സൂറത്തുൽ ഹദീദിലെ ആയത്തുകളാണ്. ആ സൂറത്തുൽ ഹദീദിലെ ആയത്തൊന്ന് പോയി ഓതണം നിങ്ങൾ. അപ്പോഴാണ് നമ്മൾ ഈ സൂറത്തുൽ ഹദീദ് ഓതുമ്പോൾ ബോധ്യപ്പെടും. അപ്പോഴാണ് നമ്മൾ ഹദ്ദാദിന്റെ മജ്ലിസിൽ ഇരുന്നു കൊണ്ടൊക്കെ അള്ളാഹുവിനോട് ശരിക്കും ഇങ്ങനെ അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, അത് ചെല്ലാൻ പോയിട്ട് ചില ആൾക്കാർ ചെല്ലൂല. ചില ആൾക്കാർ ചെല്ലിയുടെ കളിയാക്കും. എന്താ ഇരുമ്പൻ റാത്തീബ്, ഇരുമ്പൻ റാത്തീബ് അങ്ങനെ അറിയാം, കളിയാക്കും. ഇതിന്റെയൊക്കെ ഗൗരവം നമ്മുടെ കബറിലാണ് കിടന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് അറിയും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ആ മഹ്ശറിലേക്ക് ഞാൻ വരുന്നത് ബുറാക്കിലാണ്. ഞാൻ എന്റെ ബുറാക്കിന്റെ പുറത്ത് കയറി കടന്നു വരും. വലിയ ഹദീസാണ്. പരിശുദ്ധ തിരുദൂതരോട് ഞാൻ എന്റെ ബുറാക്കിന്മേൽ വരും. എന്റെ മകൾ ഫാത്തിമ എന്റെ ഒട്ടകത്തിൽ വരും. റസൂലുള്ളാഹി ഭൂമിയിൽ ഉപയോഗിച്ച ഒട്ടകത്തിന്മേൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പുത്രി വരും. പുത്രി നബിയെക്കാൾ ആ ഒട്ടകത്തെ മുന്നിൽ തെളിച്ചു കൊണ്ടുപോകും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ഭൂമിയിലെ വാഹനത്തിന്റെ ബർക്കത്ത് നോക്കണം. എന്റെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു തആല കൊണ്ട്, ഉമർ റളിയല്ലാഹു തആല കൊണ്ട്, എന്റെ കൂടെ ഹസൻ ഉണ്ട്, ഹുസൈൻ ഉണ്ട്. അവരെ കൊണ്ട് ഞാൻ വരും. ഞാൻ പരലോകത്ത് വരും. ഞാൻ മഹ്ശറിൽ സംജാതമാകുമെന്ന് പരിശുദ്ധ തിരുദൂതർ. എന്റെ പിന്നിൽ ബിലാൽ റളിയല്ലാഹു തആല വരും.
ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് ഉറക്ക വിളിക്കും. ബിലാലുൽ മുഅദ്ദിൻ അഷ്റഫുൽ ഖൽഖിന്റെ കാലത്ത് മദീനത്തെ പള്ളിയുടെ മിനാരത്തിൽ കയറി ബാങ്ക് വിളിച്ച മഹാൻ. അഷ്റഫുൽ ഖൽഖിനോടുള്ള ഹുബ്ബ് കൽബിലങ്ങ് ലയിച്ചിട്ട് ആ ഹുബ്ബ് കൽബിലൂടെ അങ്ങ് കടന്നു പോയിട്ട് ഈ ബിലാൽ റളിയല്ലാഹു തആല ഖബറുണ്ട് ജോർഡാനിലെ ഒരു മലയുടെ മുകളിൽ. ജോർഡാനിലെ ഒരു മലയുടെ മുകളിൽ ബഹുമാനപ്പെട്ടവരുടെ ഖബർ സന്ദർശിക്കുന്നവർക്ക് പോലും അത്ഭുതം തോന്നും. ഉയർന്നൊരു സ്ഥലത്ത് മിനാരത്തിലെ പോലെ തന്നെ ഖബർ ഉയർന്നൊരു പർവ്വത മുകളിൽ. ഒരു നിയോഗമാകാം. ആ മഹാനായ ബിലാൽ തങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ മരണശേഷം മദീനത്ത് നിന്നില്ല. അള്ളാഹുവിന്റെ റസൂലില്ലാതെ മദീനത്ത് ബാങ്ക് വിളിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സിറിയയിലേക്ക് പോയി. ആ മഹാനാണ് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു. നാളെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോകത്ത് കടന്നു വരുമ്പോൾ പിന്നിൽ ബിലാൽ വന്നുകൊണ്ട് ഉറക്ക ബാങ്ക് വിളിക്കും. ഹദീസിന്റെ കിതാബിൽ പറയുന്നു ഫയഷ്ഹദുൽ മുഅ്മിനൂന ജമീഅ. എല്ലാ മുഅ്മിനീങ്ങളും ആ ബാങ്ക് ഏറ്റു പറയും. എല്ലാവരും ആ ബാങ്കിന്റെ ലഫ്ദുകൾ ഏറ്റു പറയും. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തങ്ങളുടെ ബാങ്ക് അതൊരു വലിയ സംഘമായിരിക്കും കടന്നു വരുന്നത്. അവര് വിജയത്തിന്റെ സംഘമാണ്. പരാജയത്തിന്റെ സംഘമല്ലത്, വിജയത്തിന്റെ സംഘമാണ്. എന്നാൽ പിശാച് പഴപ്പിച്ചവരോ ഭൂമിയിൽ വെച്ച് പൈശാചികത അടിപ്പെട്ടുകൊണ്ട് പിശാച് പഴപ്പിച്ച കുറച്ച് കൗമുണ്ട്. അവരെ മത്സരം എങ്ങനെയാ? അവരെ കാത്തിരിപ്പിന്റെ ലോകം എങ്ങനെയാ? ആ ലോകത്തേക്ക് അവർ കടന്ന സൂറത്ത് കാഫിറിന്റെ കുറെ ആയത്തുകൾ. പിശാച് ആ സമയത്ത് മനുഷ്യൻ എന്താ ചെയ്യാന്നോ? അവൻ പോലും ഇക്കണ്ട കുഴപ്പത്തിൽ മുഴുവൻ മനുഷ്യനെ കൊണ്ടുചെന്ന് ചാടിച്ചിട്ട് IS-ന്റെ പ്രവർത്തനത്തിലേക്ക് ചില കുട്ടികളെ വലിച്ചു കൊണ്ടുപോയിട്ട് കുടുങ്ങുന്ന നേരത്തെ ആരും ഉണ്ടാവില്ല. ആരും ഏറ്റെടുക്കൂല. ഒരു സംഗതി പഴപ്പിക്കാൻ ആളുണ്ടാവും, പഴപ്പിച്ച ശേഷം പിന്നെ ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല. അവൻ ഏറ്റെടുക്കുമല്ലോ. ഖുർആൻ വളരെ വ്യക്തമായി വിവരിക്കുന്ന രംഗം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഖാല കരീനുഹു റബ്ബനാ മാ അത്ഗൈതഹു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്. ഈ ആയത്തൊന്ന് ശരിക്കും മനസ്സിലിട്ട് തൂക്കണം നിങ്ങൾ. ഈ ആയത്തൊന്ന് ശരിക്കും നിങ്ങളെ മനസ്സിലിട്ട് നിർദ്ധാരണം ചെയ്യണം നിങ്ങൾ. ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി കൃത്യം 1 മണിക്കൂർ കൊണ്ട് ഞാൻ നിർത്തും. ഒരു 60 മിനിറ്റ് നേരത്തെ പ്രസംഗം മാത്രമേ നമുക്കുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. അതിൽ തന്നെ ദുആവും തീരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒരു കൃത്യതയും ക്ലിപ്തതയും. അങ്ങനെ തന്നെ വേണം, സമയബന്ധിതമാകണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഖാല കരീനുഹു റബ്ബനാ മാ അത്ഗൈതഹു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്. പടച്ചോനെ മാ അത്ഗൈതഹു, ഞാൻ ഇവനെ പഴപ്പിച്ചിട്ടില്ല. ആരത് പറയണത്? ഈ കരീനിന്റെ ഒരർത്ഥം പിശാചാണ്. ഒരർത്ഥം പിശാച് പറയും ഇബ്ലീസിന് മാർഗം ഞാൻ പഴപ്പിക്കാനൊന്നുമില്ല. നേരെ മറിച്ചോ വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അത് അവൻ തന്നെ വ്യക്തമായ ദുർമാർഗത്തിലേക്ക് പോയതാ. പിഴപ്പിച്ച പിശാച് പോലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ പിന്നോട്ട് വലിയുന്ന രംഗം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് ശരിക്കും പടച്ചോ നമ്മളെ പഠിപ്പിച്ചു. എങ്ങനെ? ഖുർആൻ ശരിക്കും ഈ വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഇങ്ങനെ മണിയായി ഏത് പൊട്ടനും ബോധ്യപ്പെടുന്ന തരത്തിൽ കൃത്യമായി പറയും. നോക്കൂ, വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ആയത്താണ്. ഒന്ന് മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കണേ. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യനെ നാം പടച്ചു. ഈ ഭൂമുഖത്ത് മനുഷ്യനെ പടച്ച റബ്ബ് സംവിധാനിച്ചു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവൻ സ്വയം പറയുന്ന പിറുപിറുക്കുന്ന സ്വകാര്യം പറയുന്ന കാര്യങ്ങൾ പോലും നമ്മൾ അറിയും. ഒരു മനുഷ്യൻ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ രൂപപ്പെടുത്തുന്നത് പോലും പടച്ച റബ്ബ് അറിയും. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ഠനാഡിയേക്കാൾ അവന്റെ കഴുത്തിന്റെ പാർശ്വത്തിലുള്ള ആ ഞരമ്പിനേക്കാൾ ഒരു മനുഷ്യന്റെ അതിപ്രധാനമായ ധമനിയാണത്. ആ ധമനിയേക്കാൾ ഞാൻ അവനോട് അടുത്തിരിക്കുന്നു. മാത്രമല്ല, ഞാൻ അത്ര അടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, എന്റെ 2 ആളുകൾ അവന്റെ 2 ചുമലിലുണ്ട്. ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വ അനി ശിമാലി ഖഈദ്. എന്റെയും നിങ്ങളുടെയും 2 ചുമലുകളിൽ 2 പേരുണ്ട്. റഖീബ് അതീദ് അലൈഹിമുസ്സലാത്തു വസ്സലാം. അവർ 2 പേരും ഇത് യതലക്കൽ മുതലഖിയാൻ, ദൃഢപ്പെടുത്തുന്ന സ്ഥിരപ്പെടുത്തുന്ന ആളുകൾ ഇങ്ങനെ കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ഇരിക്കുന്നതും നടന്നതും ഒന്നുമില്ലെങ്കിലും ഈ ബർക്കത്തുള്ള മജ്ലിസിൽ നിന്നുകൊണ്ടൊന്ന് ദുആ ചെയ്ത് പിരിയുന്നത് പോലും അവർ രേഖപ്പെടുത്തും. അനിൽ യമീനി വ അനി ശിമാലി ഖഈദ്. അവരുടെ ഇരിപ്പുണ്ടെന്ന ബോധം നമുക്കുണ്ടോ? വൃത്തികേട് ചെയ്യുമ്പോൾ ഇത് കാണുന്നുണ്ടെന്ന ബോധമുണ്ട്. ഒരു ക്യാമറ ഇവിടെ വെച്ചതുപോലെ, ഒരു CCTV ക്യാമറ ചുമലിൽ 2 എണ്ണം വെച്ചതുപോലെ ഒന്ന് തന്നെ വെച്ചാൽ എങ്ങനെയാ? ഒരു ക്യാമറക്ക് കീഴിൽ നമ്മൾ ആയാൽ എങ്ങനെയാ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കും. ഒരു ക്യാമറ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് റെക്കോർഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? 2 ക്യാമറകൾ നമ്മുടെ തോളിൽ ഇങ്ങനെ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാചകങ്ങളും കൃത്യമായി ഉല്ലേഖനം ചെയ്യപ്പെടുന്നുണ്ട്.
നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കൃത്യമായി CCTV-യിൽ പിടിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത് വജാഅത്ത് സക്റത്തുൽ മൗതി ബിൽ ഹഖി ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണം, പരലോകയാത്രയുടെ പ്രധാനപ്പെട്ട ആ സംഭവം അതങ്ങ് സംജാതമാകുമ്പോൾ സക്റത്തുൽ മൗതി ബിൽ ഹഖി, മരണവേദന യാഥാർത്ഥ്യമാകുമ്പോൾ മരിക്കും എന്നൊക്കെ പറയും. ഒരാൾ മരിച്ചാൽ നമ്മൾ വേദനിക്കും, അവിടെ ചെന്നിട്ട് നമ്മൾ വേണ്ടതൊക്കെ ചെയ്യും, യാസീനോതും ദ്വാരക്കും പോരും. പക്ഷെ അപ്പൊ തന്നെ ഗൗരവം പോയല്ലോ, നമുക്കതിന്റെ ഗൗരവം പോയി. ഇത് നമുക്കിട്ട് വന്നിട്ട് ഹക്കായി ബോധ്യപ്പെട്ടാൽ ദാലിക മാ കുൻത മിൻഹു തഹീദ്, ഈ യാഥാർത്ഥ്യത്തിൽ നിന്നായിരുന്നു നീ ഇതുവരെ തെന്നി മാറിയിരുന്നത്, ഇതിൽ നിന്നായിരുന്നു നീ മാറിക്കളിച്ചിരുന്നത്. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ പടച്ചറബ് ഊതാൻ കൽപ്പിച്ചാൽ ദാലിക യൗമുൽ വഈദ്, അത് പടച്ചറബ് കൃത്യമായി സംവിധാനിച്ചുള്ള ദിവസമാണ്. അല്ലാഹു വാഗ്ദാനം ചെയ്ത ദിവസമാണ് വരാൻ പോകുന്നത്. വജാഅതു കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഈ സായിഖും ഷഹീദും രണ്ടാളാണ് ഒരു മനുഷ്യനെ പരലോകത്തേക്ക് കൊണ്ടുവരിക. ഒരാൾ തെളിക്കുന്നവനും ഒരാൾ സാക്ഷിയുമായിട്ട് കടന്നു വരും. ഒരർത്ഥത്തിൽ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് ഇവന്റെ തോളത്തിരിക്കുന്ന രണ്ട് മലക്കുകൾ തന്നെ ഇവന്റെ പ്രവർത്തനത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് അവനെ തെളിച്ചുകൊണ്ട് അവനെ കൊണ്ടുവരും. ദോഷിയാണെങ്കിൽ അടിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തും, നല്ലവനാണെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് കടന്നു വരുമെന്ന് പറയുന്നു. കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്, ഓരോരുത്തർക്കും തെളിക്കുന്നവനും അതുപോലെ തന്നെ സാക്ഷിയുമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹു പറയുന്നു ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, ഈ ഒരു സംഗതിയെ കുറിച്ച് നീ വളരെ അശ്രദ്ധവാനായിരുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇത് നമ്മുടെ വീട്ടിലുള്ള പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ആ പരിശുദ്ധ ഖുർആനിലുള്ള കാര്യമല്ലേ ഈ പറയുന്നത്? ചിന്തിക്കണം. നിങ്ങൾ ഓതാറുണ്ടോ? നമ്മൾ തദബ്ബുറോട് കൂടി നമ്മൾ ഓതുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഗ്രന്ഥം പറയുന്നു ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, ഇങ്ങനെ ഒരു മഹ്ശർ വരും, ഇങ്ങനെ ഒരു വിചാരണ വരുമെന്ന വിഷയത്തെക്കുറിച്ച് നീ വളരെയധികം അശ്രദ്ധവാനായിരുന്നു. ഫകശഫ്നാ അൻക ഇത്വാഅക ഫബസറുകൽ യൗമ ഹദീദ്. ഫകശഫ്നാ, നമ്മൾ വെളിപ്പെടുത്തി, നമ്മൾ മാറ്റി, നമ്മൾ നീക്കിക്കളഞ്ഞു. അൻക ഇത്വാഅക, നിന്റെ കണ്ണിന്റെ മൂടി നമ്മൾ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഇതുവരെ അവൻ കാണാത്ത സംഗതികള്, അവൻ വിശ്വസിച്ചിരുന്ന സംഗതി ചിലത് നമ്മുടെ വിശ്വാസമാണ്. നരകമുണ്ടെന്നത് വിശ്വാസമാണ്, സ്വർഗമുണ്ടെന്നത് വിശ്വാസമാണ്. ഈ കണ്ണുകൾക്ക് അത് ഗോചരമല്ല, കാണാൻ കഴിയില്ല. ഒരു മൂടി പടച്ചറബ് വെച്ചിരിക്കുന്നു, കാണുന്നില്ല നമ്മൾ. നേരെ മറിച്ച് മരണാനന്തരം മഹ്ശറിൽ ചെല്ലുമ്പോൾ കണ്ണിന്റെ മുമ്പിൽ നരകം ഇങ്ങനെ കാണും. അവൻ കണ്ണുകൊണ്ട് ശരിക്കും നരകത്തെ കാണും, നരകത്തെ കേൾക്കും. അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഞെട്ടിവിറക്കും. അതിന്റെ 4 അയൽപ്പക്കത്ത് പോലും അടുക്കാൻ കഴിയില്ല, കരിഞ്ഞു പോകും. അങ്ങനത്തെ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ ബേജാറാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ സന്ദർഭത്തിൽ മലക്കിനെ വിളിച്ചുകൊണ്ട് ഇവനെ കൊണ്ടുപോയി നരകത്തിലേക്ക് എറിയാൻ പറയുന്ന രംഗമുണ്ട്. ഈ പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ പല സ്ഥലത്തുമായി പറഞ്ഞിട്ടുണ്ട്. വഖാല കരീനുഹു അദാ മാ ലദയ്യ അതീദ്, അവന്റെ കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടുത്തുന്ന മലക്ക് വന്നിട്ട് രേഖ തയ്യാറാക്കും. ഇതൊക്കെ ഇവൻ ചെയ്തതാണ്, ഇതൊക്കെ ഇവന്റെ പ്രവർത്തനമാണ്. ഇവൻ മോശക്കാരനായി രേഖപ്പെടുത്തുന്ന മലക്കിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ അല്ലാഹു പറയും അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ് മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിം മുരീബ്. നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളാൻ പറയും പടച്ചറബ്. ആരെയൊക്കെയാണ് നരകത്തിലേക്ക് തള്ളുന്നത്? കുല്ല കഫാരിൻ അനീദ്, ദുർവാശിയോടുകൂടി സത്യത്തെ നിഷേധിച്ചവൻ. ഇത്രയൊക്കെ വഅദ് നടന്നിട്ട്, ഇത്രയൊക്കെ പ്രവർത്തനം നടന്നിട്ട്, ഇങ്ങനെയൊക്കെ മദ്രസ കെട്ടിയിട്ട്, കോളേജ് ഉണ്ടാക്കിയിട്ട്, ജനങ്ങൾക്ക് കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ട്, നാട് നീളെ വഅദ് പറഞ്ഞിട്ട്, പള്ളിയുടെ മെഹ്റാബിൽ വെച്ച് ഓരോ വെള്ളിയാഴ്ചയും ശരിക്കും ഉത്ബോധനം നടത്തിയിട്ട്, ക്ലാസുകളും ഖുർആൻ ക്ലാസുകളും പാഠശാലകളും നടത്തിയിട്ട് പഠിക്കാത്തവനുണ്ടല്ലോ, അവനാണ് കുല്ല കഫാരിൻ അനീദ്. സത്യത്തെ ദുർവാശിയോടുകൂടി നിഷേധിച്ചയാള് മന്നാഇൻ ലിൽ ഖൈർ, സകല നന്മകളും മുടക്കി ഒരു നന്മയും അവൻ ചെയ്തില്ല. മുഅ്തദിം മുരീബ്, അക്രമം കാണിച്ചു, അവൻ സംശയാലുവായി. ഈ പറയപ്പെടുന്ന വസ്തുതകളൊക്കെ പരലോകത്ത് വരുമെന്ന ബോധമില്ലാതെ കളിച്ചു ചിരിച്ചു നടന്നവൻ. അല്ലാഹുവേ, അത്തരം വിഭാഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പടച്ചവനെ, അങ്ങനെ സംശയം ഞങ്ങളെ മനസ്സിൽ ജനിക്കാതെ ഈമാൻ ഞങ്ങൾക്ക് ദൃഢപ്പെടുത്തി തരണേ അല്ലാഹ്. ഈ ആയത്തിന്റെ ശേഷമാണ് പടച്ചറബ് പറയുന്നത് ആ സമയത്ത് കാല കരീനുഹു റബ്ബനാ മാ അതഅയ്തഹു അതഅയ്തുഹു. പടച്ചവനെ, ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാനാരും പഠിപ്പിച്ചില്ല, ഇതൊക്കെ അവനക്ക് അറിയാമായിരുന്നു, ഇതൊക്കെ അവൻ അറിയാമായിരുന്നു. അങ്ങനെ തർക്കിക്കും. ഞാനല്ല പഠിപ്പിച്ചത്, ഓൻ തന്നെ ആയതാ. വലാകിൻ കാന ഫീ ദലാലിൻ ബഈദ്. അപ്പൊ അല്ലാഹ് ഒരു നടപടി എടുക്കും. അല്ലാഹ് പറയും വെറുതെ തർക്കിക്കണ്ട, മുമ്പ് എന്റെ മുമ്പിൽ വെറുതെ തർക്കിക്കണ്ട, കുഴപ്പമുണ്ടാക്കണ്ട. കാലലാ തഖ്തസിമു ലദയ്യ, എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ തർക്കിക്കാൻ വരണ്ട. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, ഇതൊക്കെ വരുന്നു ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
എന്റെ പ്രവാചകന്മാര് വന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കൃത്യബോധം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മുമ്പ് നിങ്ങൾ തർക്കിക്കണ്ട. ആരാ പഴിപ്പിച്ചത്, എന്താ പഴിച്ചത്, കാരണം ഒന്നും പറയണ്ട. അള്ളാഹു ആ സമയത്ത് ഇവരെ മുഴുവൻ പിടിച്ചിട്ട് നരകത്തിലിടേണ്ടി വരും. കാരണം ഭൂരിപക്ഷം ഉണ്ടാവും. അവര് തെറ്റ് ചെയ്ത ആളുകൾ കൂടുതലുണ്ടാവുമ്പോൾ നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചിടും. അപ്പൊ അതാ നരകത്തോടൊരു ചോദ്യം ചോദിക്കേണ്ട രസകരമായ ചോദ്യം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ നഖൂലു ലി ജഹന്നമ, നരകത്തോട് പടച്ചറപ്പെന്ന് ചോദിച്ചു നോക്കും, ഹലിം തലഅതി, നീ നിറഞ്ഞോ, എന്നെ നിഷേധിച്ചവരെ കൊണ്ട് നീ നിറഞ്ഞുവോ? നരകത്തോട് പടച്ചറപ്പ് ചോദിക്കുന്നു, നരകമേ നീ നിർഭരമായോ? ഇനി ഒരു അവിശ്വാസിയെയും തെറ്റുകാരനെയും നിന്നിലേക്ക് വലിച്ചിടാൻ കഴിയാത്ത വിധം നീ തൂർന്നു പോയോ, നിറഞ്ഞു പോയോ? വതഖൂലു, നരകം പറയും പടച്ചറപ്പിനോട്, ഹൽ മിൻ മസീദ്, ഇനി എന്തെങ്കിലും വരട്ടെ, എത്രയും സൗകര്യം ഇവിടെ ഉണ്ട് എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹൽ മിൻ മസീദ്, ഇനി വല്ലതും കൂടുതലുണ്ടോ? ഈ ഇട്ട ആൾക്കാരെക്കാളേറെ കൂടുതൽ ആളുകൾ ഇനി ഇടാണ്ടോ എന്ന് പടച്ചറപ്പിനോട് ചോദിക്കും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ ഈ വലിച്ചെറിയപ്പെടുന്നവരിന്ന് ഭിന്നമായി വിജയിച്ചൊരു കൂട്ടർ അവിടെ ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടർ. അതിവിദൂരമല്ലാതെ തയ്യാറാക്കി വെച്ച സ്വർഗം വിശ്വാസികൾ ഇങ്ങനെ കാണും. ആ സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ വീശും. ആ സ്വർഗത്തിന്റെ സുഗന്ധം അവർ വഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ പോകാൻ കാത്തു നിൽക്കും. അതിസൂക്ഷ്മതയോടെ ജീവിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് കൂടുതൽ മടങ്ങുന്നവൻ, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്ന മനുഷ്യർക്ക് തയ്യാറാക്കി വെച്ചതാണ് സ്വർഗം. അവ്വാബ് എന്നാണ് പ്രയോഗിച്ച പദം. അവ്വാബ് എന്നാണ് പ്രയോഗിച്ച പദം. പണ്ട് കാലത്ത് ഇശാമരുണ്ടല്ലേ അവ്വാബിങ്ങളുടെ നിസ്കാരം പോലും നിസ്കരിച്ചിരുന്നു. അവ്വാബിങ്ങളുടെ നമസ്കാരം പോലും നിർവഹിച്ചിരുന്നു എന്ന് പലർക്കും അതറിയില്ല. അവ്വാബ് എന്ന പദത്തിന്റെ അർത്ഥം പോലും അറിയില്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ടോ? അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ ഖേദിച്ചു മടങ്ങി പടച്ചറബിന്റെ ആ മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി, റഹ്മത്തിന് വേണ്ടി കരുണയോടെ യാചിക്കുന്നവർ, അള്ളാഹുവേ ഞങ്ങൾ നിന്റെ കരുണയ്ക്ക് വേണ്ടി നിന്റെ കവാടത്തിൽ നിന്റെ മഹാന്റെ മുമ്പിൽ വന്നുകൊണ്ട് യാചിക്കുന്നു, ഞങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ തമ്പുരാനേ. ഇന്ന് ഈ അവസ്ഥയില്ലാത്തത് കൊണ്ട് രോഗമാണ് പലർക്കും. കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ, ദിനേന ഹാർട്ട് അറ്റാക്ക് മരിച്ചു പോകുന്ന ആളുകൾ, എത്രയോ ചെറുപ്പക്കാര് പെട്ടെന്ന് ഒടുങ്ങിപ്പോകുന്നു. നല്ല നല്ല ആരോഗ്യത്തോടെ ജീവിച്ചവൻ പെട്ടെന്ന് ക്യാൻസർ ബാധ ഏറ്റുകൊണ്ട് മരിച്ചു പോകുന്നു. അല്ലെങ്കിലും സാധാരണക്കാര് പോലും പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരുമ്പോ തൊട്ടപ്പുറത്ത് പരപ്പനങ്ങാടിയിൽ ഞങ്ങളെ കൂടെ ഈ വർഷം ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ, ഹജ്ജു ഹാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു ഹജ്ജ് മാസത്തിൽ പിറന്നത് കൊണ്ട് ആ മനുഷ്യന് മാതാപിതാക്കളുടെ പേര് തന്നെ ഹജ്ജു എന്നാണ്. അദ്ദേഹം നല്ല ആരോഗ്യവാനായിരുന്നു. നല്ല രീതിയിൽ ഹജ്ജ് ഗ്രൂപ്പിൽ അദ്ദേഹം തിളങ്ങി നിന്നിരുന്നു. ഒരു പനി പോലും പിടിക്കാത്ത മനുഷ്യൻ ഹജ്ജിന് പോയിട്ട്, അത്രമാത്രം മിനയിലും അറഫയിലും ഒക്കെ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ച മനുഷ്യൻ ഹജ്ജ് കഴിഞ്ഞ് വന്ന് മരണപ്പെട്ടു പോയി. അള്ളാഹുവേ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഒരു രോഗമില്ല, കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. മരിച്ച അന്ന് പോകാനായില്ല, ഇന്ന് ആ വീട്ടിൽ പോയി. ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം ആ മനുഷ്യന്റെ അവസ്ഥ. നല്ല സുന്ദരമായി ഹജ്ജ് ചെയ്ത് സന്തോഷത്തോടെ പടച്ചറബിലേക്ക് മടങ്ങുന്നു. ഒരു നല്ല മരണമാണ് എങ്കിലും ഓർക്കണം എന്ത് ആരോഗ്യവാനായിരുന്നു. ഹജ്ജിന്റെ സമയത്ത് അവിടെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, കൊടുവള്ളിക്കാരൻ, ഒരു കുട്ടി, അവൻ കോട്ടിട്ടുകൊണ്ട് സേവനത്തിന് വേണ്ടി മിനയിൽ ഇറങ്ങിയവനാണ്. സേവന സജ്ജനായി അവൻ ദിവസം പ്രവർത്തിക്കുന്നവനാണ്. ഒരു ദിവസം അവൻ വിശ്രമിക്കാൻ വേണ്ടി റൂമടച്ചു കിടന്നു. 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഒരു രോഗവുമില്ല, അവൻ യാതൊരു തരത്തിലുള്ള ചികിത്സയുമില്ല, എഴുന്നേറ്റില്ല. വാതിൽ തുറന്നു നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു. എത്രയോ മുമ്പ് മരിച്ചിരിക്കുന്നു. എന്ത് അത്ഭുതം! അല്ലാഹുവേ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ തമ്പുരാനെ. മരണം ഇങ്ങനെ മാടി വിളിക്കുകയാണ്, മരണം ഇങ്ങനെ വരികയാണ് മനുഷ്യന്റെ മുമ്പിലേക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, നിങ്ങൾ എവിടെ വെച്ച് എപ്പോ മരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. അള്ളാഹു അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ മരണം വർദ്ധിപ്പിച്ചിരിക്കുന്നു. പെട്ടെന്നുള്ള മരണം, സ്വാഭാവിക മരണം നമുക്കൊന്നും വരുത്തില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴും മരിക്കാം. ഇത് 20ഉം 21ഉം വയസ്സുള്ള ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു. അതിലപ്പുറം കട്ടപ്പെടുന്ന രോഗത്തിൽ കിടക്കുന്നു. അങ്ങനെ രോഗത്തിൽ കിടന്നുകൊണ്ട് നമ്മൾ നരകിക്കുന്ന അവസ്ഥ പടച്ചറപ്പ് നമുക്ക് നൽകാതിരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. അള്ളാഹുവിന്റെ തിരുദൂതർ ഇതിനൊക്കെ മരുന്ന് തന്നിട്ടുണ്ട്. ഞാൻ പ്രശ്നം മാത്രം പറഞ്ഞാൽ പോരല്ലോ, പരിഹാരവും പറയണ്ടേ. എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് പരിശുദ്ധ തിരുദൂതർ ചോദിക്കുമ്പോൾ പറയുന്നു, മൻ അറാദ അയ്യനാല ഹാദിഹിൽ കറാമാത്ത്, ഇപ്പൊ പറഞ്ഞ ഈ വലിയ കറാമത്ത് അഥവാ സൗഭാഗ്യമുണ്ടല്ലോ, അതെന്താ? വ ഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. പടച്ചറപ്പിലേക്ക് അടുത്തുകൊണ്ട് ഈ സൗഭാഗ്യം കിട്ടി സ്വർഗത്തിലേക്ക് പോകാൻ, നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിന്റെ സൗഭാഗ്യത്തിലേക്ക് പോകാൻ. മൻ അറാദ അയ്യനാല ഹാദിഹിൽ കറാമ, ഈ സൗഭാഗ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂട്ടത്തിലുണ്ടോ? ഫഅലൈഹി അൻ യുദാവമ അലാ ഖംസതി അഷ്യാ, 5 കാര്യങ്ങൾ അവൻ മുറുകെ പിടിക്കണം, പതിവാക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗുണം വേണമല്ലോ ഇത് കേൾക്കുമ്പോൾ. തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്തെങ്കിലും കയ്യിൽ വേണമല്ലോ. വെറുതെ നരകത്തിന്റെ ഭയാനകത പറഞ്ഞ് പീഡിപ്പിച്ചു വിട്ടാൽ പോരാ, സ്വർഗത്തിന്റെ സൗകുമാര്യത പറഞ്ഞുകൊണ്ട് മോഹിപ്പിച്ചു വിട്ടാൽ പോരാ. അത് ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊന്നിലേക്ക് അടുക്കാനുള്ള മാർഗം എന്താണ്? അവിടെയാണ് പരിശുദ്ധ പ്രവാചകന്റെ പ്രസംഗ ശൈലിയുടെയും പ്രബോധന ശൈലിയുടെയും പ്രത്യേകത. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഈ സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടണോ കൂട്ടരെ? ഈ ഗുണകരമായ നേട്ടത്തിലേക്ക് നിങ്ങൾ പോകണോ കൂട്ടരെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിനെ മറ്റൊരു ഭാഷയിൽ തസൗഫിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. നേരെ ഹദീത്തിന്റെ പദപ്രയോഗം അല്ലെങ്കിലും നബി തങ്ങൾ പഠിപ്പിച്ചതിന്റെ നേരെ പരിച്ഛേദമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഒന്നാമത്തേത് സകല തിന്മകൾ തൊട്ടും സ്വന്തം തടി അവൻ രക്ഷപ്പെടുത്തണം. വൃത്തികേടിനെ തൊട്ട് സ്വന്തം തടിയെ കാക്കാൻ കഴിയണം. കാരണം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഈ ആയത്തിന്റെ തഫ്സീൽ കാണാം. ഈ സംഭവം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, തന്റെ നാഥന്റെ സ്ഥാനം ശരിക്ക് പേടിക്കുന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ, പ്രപഞ്ചനാഥനെ കുറിച്ച് ബോധമുള്ളവൻ. ആ ബോധമുള്ള മനുഷ്യൻ അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന ബോധം, അതൊരു വല്ലാത്ത ബോധമാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ യാത്രാമധ്യേ ചെയ്ത പ്രവർത്തനം താരീഖിന്റെ കിതാബിലെവിടെയോ വായിച്ചു. ഒരു ആട്ടിടയൻ പരിശുദ്ധമായ നോമ്പിന്റെ സമയത്ത്, അയാൾ വമ്പിച്ച ചൂടുള്ള സമയമാണ്, അതികഠിനമായ ചൂടനുഭവിക്കുന്ന സമയത്ത് ഈ കുട്ടി നോമ്പ് നോറ്റുകൊണ്ട് ആടുകളെ മേയ്ക്കുന്നു. ആടുകളെ മേയ്ക്കുന്ന കുട്ടിയുടെ ഈ ഈമാൻ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അത്രേ മോനെ, നിന്റെ ആട്ടിൻ പച്ചത്തുനിന്ന് ഒരു ആടിനെ ഞങ്ങൾക്ക് തരുമോ? നിന്റെ ആട്ടിൻ പറ്റത്തിരുന്ന ഒരു ആടിനെ എനിക്ക് തരുമോ? അറുക്കാം. നിനക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നിനക്ക് ഞങ്ങൾ ആ ആടിന്റെ വില തരും. രണ്ട്, നിനക്ക് ഞങ്ങൾ ആ ആടിന്റെ കറി വെച്ചിട്ട് നിനക്കും അതിൽ പങ്കു തരും. നിനക്ക് രണ്ട് നേട്ടമാണ്. ആ കുട്ടി പറഞ്ഞു, വൽ ഗനമു ലൈസത് ലീ വഅന മുഅ്തമനുൻ അലൈഹാ, അതെന്റെ ആടല്ല, നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടതാണ്, എനിക്കത് തരാൻ പറ്റില്ല. ആ കുഞ്ഞിനെ ഒന്നുകൂടി പരീക്ഷിക്കാൻ അവർ ചോദിച്ചു, അത്രേ മോനെ, ഇത്രമാത്രം ആടിന്റെ കൂട്ടം നിന്റെ കയ്യിലുണ്ടല്ലോ, ഒരാടിനെ നിനക്കിങ്ങ് തന്നാൽ നിന്റെ യജമാനനോട് പോയിട്ട് ആടിനെ ഒരു ജീവി പിടിച്ചുകൊണ്ടുപോയി ചെന്നായ തിന്നുവെന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ചത്തുപോയി എന്ന് പറഞ്ഞാൽ പോരെ? എന്നാ നിന്റെ യജമാനൻ നിന്നെ വല്ലതും ചെയ്യുമോ? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനൊക്കെ ചെന്നായ പിടിക്കാമല്ലോ, ഒന്ന് ചത്തുപോകാമല്ലോ, ഇത് പറഞ്ഞാൽ പോരെ? ഈ കുട്ടി പറഞ്ഞത് എന്താ? ഈ കുട്ടി പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ യജമാൻ അത് അംഗീകരിക്കും. ഞാൻ യജമാനന്റെ അടുത്ത് വിശ്വസ്തനാണ്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, എവിടെയാണ് പടച്ച റബ്ബ്? ഞാനത് തരുമ്പോ എന്റെ യജമാൻ എന്നെ അംഗീകരിച്ചാലും റബ്ബ് എവിടെയാണ്? ഞാൻ ഈ വഞ്ചന ചെയ്യുന്നത് പടച്ച റബ്ബ് നോക്കുന്നില്ലേ? മരുപ്രദേശത്ത് ആടിനെ മേച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരന്റെ വാക്ക് കേട്ട് ബഹുമാനപ്പെട്ടവർ ഞെട്ടിപ്പോയി. ആ ഈമാന്റെ ഗൗരവം കൊണ്ട് ബഹുമാനപ്പെട്ടവർ മദീനയിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് പറയും, ആട്ടടൻ പറഞ്ഞു, പടച്ചവൻ എവിടെയാണ്? പടച്ചവൻ എവിടെയാണ്? അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വർഗം അവന് പ്രതിഫലമായി പടച്ചറബ് കൊടുക്കും, റബ്ബിന്റെ സ്ഥാനത്ത് പേടിച്ചവൻ. അതുകൊണ്ട് തന്നെ ഒന്നാമതായി സൗഭാഗ്യവാന്റെ പട്ടികയിൽ പെടണോ, അവ്വലുഹാ അൻ യംനഅ നഫ്സഹു മിൻ ജമീഇൽ മആസി, സകല തിന്മകളെ തൊട്ടും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. രണ്ട്, അൻ യർലാ ബിൽ യസീരി മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് നിങ്ങൾ കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടണം. ദുനിയാവ് കെട്ടിപ്പടുക്കണമെന്ന മോഹം നിങ്ങൾക്ക് ഉണ്ടാവരുത്. ദുനിയാവ് കെട്ടിപ്പടുക്കണമെന്ന മോഹമുള്ളവൻ ഈ ഭൂമുഖത്ത് അപകടത്തിൽപ്പെടും. അവൻ ഹറാമിലേക്ക് പോകും, അവൻ തിന്മയിലേക്ക് പോകും, അവൻ അക്രമത്തിലേക്ക് പോകും. ദുന്യാവിനെ നിങ്ങൾ തേടേണ്ട, ദുന്യാവ് നിങ്ങളെ തേടി വരും. കാരണം അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, അന്ന സമനൽ ജന്നത്തി തർക്കുദ് ദുനിയ, അന്ന സമനൽ ജന്നത്തി, സ്വർഗത്തിന്റെ വില. സ്വർഗത്തിന് നിങ്ങൾ വില കണക്കാക്കുന്നുവെങ്കിൽ സ്വർഗത്തിന്റെ വില എത്രയാണ്? അത് തർക്കുദ് ദുനിയ, ദുന്യാവിനെ ഉപേക്ഷിക്കലാണ്. ദുന്യാവിലുള്ള സൗഭാഗ്യം എന്ന് പറയുന്ന ഈ ദീൻ നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ അത് നിങ്ങൾ സ്വർഗത്തിന് കൊടുക്കുന്ന വിലയാണ്. സ്വർഗം നിങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങാം. തർക്കുദ് ദുനിയ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം വില കൊടുത്ത് വാങ്ങാം. അതുകൊണ്ട് രണ്ടാമത്തെ മരുന്ന്, നിങ്ങൾ ദുന്യാവിൽ നിന്ന് കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടണം. ഈ സദസ്സിൽ നിന്ന് പോകുന്നവരൊക്കെ
കരുതിക്കോ, ദുന്യാവിൽ മോഹം തീർന്ന് മരിച്ചു പോയൊരു മനുഷ്യനുമില്ല. ദുന്യാവിൽ മോഹം തീർത്ത് മരിച്ചു പോയൊരു മനുഷ്യനുമില്ല. പോകുമൊന്നും കൊണ്ടുപോയവരുമില്ല. ചരിത്ര പ്രസിദ്ധനായ അലക്സാണ്ടർ ചക്രവർത്തി, ഇസ്കന്ദർ ചക്രവർത്തിയുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അയാൾ മരിച്ചു പോകുമ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തന്റെ കൈ രണ്ടും പുറത്തേക്ക് ഇടാൻ പറഞ്ഞു. അനുചരന്മാര് ചോദിച്ചു, സാമന്തന്മാര് ചോദിച്ചു, എന്തിനാണ് പ്രഭോ? അയാൾ പറഞ്ഞു, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചവനാണ് ഞാൻ ലോകത്ത് അനുഭവിക്കാത്ത സൗഭാഗ്യങ്ങളിൽ ഒരുപാട് രാജ്യം, ഒരു യുദ്ധത്തിൽ നിന്ന് മറ്റൊരു യുദ്ധം, പിന്നെ മറ്റൊരു നാട്, പടയോട്ടം നടത്തിയ സ്ഥലമൊക്കെ എനിക്ക് കീഴ്പ്പെട്ട് ഞാൻ വിജയിച്ചു. എന്റെ ഖജനാവ് വർദ്ധിച്ചു, എന്റെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിച്ചു. പക്ഷേ അലക്സാണ്ടർ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. ശൂന്യമായ കൈകളുമായി അലക്സാണ്ടർ മടങ്ങുന്നു. അതിൽ തർക്കത്തിന്റെ പേരിൽ ജേട്ടനോട് പിണങ്ങി നിൽക്കുന്നവരെ, മുതൽ കിട്ടാത്തതിന്റെ പേരിൽ ഉമ്മാനോടും ഉപ്പാനോടും ദേഷ്യം പിടിച്ച് തെറ്റിയവരെ, കുടുംബബന്ധം തട്ടിത്തകർത്തുകൊണ്ട് 4 പണത്തിന് വേണ്ടി, 4 വെള്ളിക്കാശിന് വേണ്ടി കുടുംബത്തെ ഒറ്റിക്കൊടുക്കും പോലെ തട്ടിത്തകർത്തവർ ആരെങ്കിലും സദസ്സിലുണ്ടോ? കേട്ടോ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഈ പണത്തിന്റെ പിന്നാലെ പോകുന്നവൻ പരലോകത്ത് പരാജിതന്റെ കൂട്ടിലാണ്. നേരെ മറിച്ചോ, സമ്പത്ത് വേണം കയ്യിൽ, പടച്ചറപ്പിനോട് ചോദിക്കാം. നിഅമത്ത് പടച്ചറപ്പ് തരും. മുത്തഖീങ്ങൾ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. പടച്ചറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യനും എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്താതിരിക്കുമാറാവട്ടെ. മൂന്നാമത്തേത്, ആരാധനകളിൽ അതീവ തൽപരത പ്രകടിപ്പിക്കണം. നിസ്കരിക്കുന്ന കാര്യത്തിൽ, നോമ്പ് നോൽക്കുന്ന കാര്യത്തിൽ, പടച്ചറപ്പിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം എന്താ? പ്രവർത്തിക്കുന്നവർക്കാണ് സ്വർഗ്ഗം. തിൽക്കൽ ജന്നത്തുല്ലതി ഊരിതമുഹാ ബിമാ കുന്തും തഅമലൂൻ. അമലു സ്വാലിഹാത്ത് ചെയ്യുന്നവർക്കാണ് സ്വർഗ്ഗം അനന്തരം കൊടുക്കുന്നത് എന്ന് പടച്ചറപ്പ് പറയുന്നു. സ്വർഗം പ്രതിഫലം കൊടുക്കുന്നത്, അനന്തരം കൊടുക്കുന്നത് അമലു സ്വാലിഹാത്ത് ചെയ്യുന്നവർക്കാണ്. നന്മ ചെയ്യുന്നവർക്കാണ് സ്വർഗം പ്രതിഫലം കൊടുക്കുന്നത്. അതുകൊണ്ട് സന്മാർഗം നല്ലത് നമുക്ക് അല്ലാഹു തന്നു. ആ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖും പടച്ചറപ്പ് തന്നു. ഇനി പടച്ചറപ്പ് പറഞ്ഞ പോലെ കാര്യങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. നാലാമത്തേതോ, അയ്യുഹിബ്ബ സ്വാലിഹീന വ അയ്യുഹിബ്ബ സ്വാലിഹീന വ അഹ്ലൽ ഖൈരി വ യുഖാലിതഹും വ യുജാലിസഹും. നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഇതല്ലേ? നമ്മൾക്ക് പരലോകത്ത് നല്ലവരുടെ കൂട്ടത്തിൽ പെടണമോ? നാലാമത്തെ ഉപദേശം എന്താണ്? അയ്യുഹിബ്ബ സ്വാലിഹീൻ, നല്ലവരെ സ്നേഹിക്കണം. മാത്രമല്ല വഅഹ്ലുൽ ഖൈരി, അഹ്ലുൽ ഖൈറിനെ സ്നേഹിക്കണം. വയുഖാലിതഹും വ അയ്യുഖാലിതഹും എന്നാണ്. വയുഖാലിതഹും, അവരുമായി ചേർന്ന് നിൽക്കണം. വയുജാലിസഹും, അവർക്കൊപ്പം ഇരിക്കണം. നല്ലവരുടെ മജ്ലിസിൽ ഇരിക്കണം. ഇവിടെ സ്വലാത്തില്ലേ? ഇവിടെ നല്ല ദിക്റിന്റെ മജ്ലിസില്ലേ? അങ്ങനെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പറയുന്നു. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞൊരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. നമ്മുടെ തിരുദൂതരാകുന്ന മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പറയുന്ന കൂട്ടരെ, അക്തറുൽ ഇഖ്വാൻ, നിങ്ങൾ ഇഖ്വാനിങ്ങളെ വർദ്ധിപ്പിക്കണം. നിങ്ങൾ കൂട്ടുകെട്ട് വർദ്ധിപ്പിക്കണം. നല്ല ഇഖ്വാനിങ്ങൾ, നല്ല നല്ല ത്വരീഖത്ത്, അതല്ലെങ്കിൽ നല്ല നല്ല മാർഗരേഖകൾ, നല്ല നല്ല പ്രാസ്ഥാനിക പ്രവർത്തനം, അങ്ങനെ നല്ല കുറച്ച് കൂട്ടുകാരെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഫഇന്ന ലികുല്ലി അഖിൻ, ഓരോ കൂട്ടുകാരനും ഉണ്ട് ശഫാഅത്തൻ യൗമൽ ഖിയാമ, പരലോകത്ത് നിങ്ങൾക്ക് അവൻ ശഫാഅത്ത് ചെയ്യും. നല്ല കൂട്ടുകെട്ട് കൂടണേ, നല്ല കൂട്ട് നിങ്ങൾ ഉണ്ടാക്കണേ. കൂനൂ മഅസ്വാദിഖീൻ ഖാലല്ലാഹു അസ്സ വജൽ. അത് വല്ലാത്തൊരു വാക്കാ, അത് വല്ലാത്തൊരു വാക്കാ. നിങ്ങൾ നല്ല കൂട്ടുകെട്ട്, അതിനെ കുറിച്ച് പിന്നീട് പറയാൻ ഇരിക്കട്ടെ. വൽ ഖാമിസത്തു, അഞ്ചാമത്തതോ, അയ്യുക്തിറ ദുആ, നല്ലോണം ദ്വാരക്കുക. നല്ലോണം പടച്ചറപ്പിനോട് നമുക്ക് ദ്വാരക്കാൻ മടിയാണ്. ഖുൽമാ യഅബു ബികും റബ്ബി ലൗലാ ദുആഉകും, പടച്ചോനോട് ചോദിക്കാതെ പടച്ചോൻ തരൂല. റബ്ബിനോട് നല്ലവണ്ണം ചോദിക്കണം, സ്വർഗം ചോദിക്കണം. വയസ്അലല്ലാഹ തആല അൻ യുർസഖുൽ ജന്ന, എന്താ ചോദിക്കേണ്ടത്? എന്താ ചോദിക്കേണ്ടത്? വയസ്അലല്ലാഹ തആല, പടച്ച റബ്ബിനോട് അവൻ ചോദിക്കണം, അഥവാ നമ്മൾ ചോദിക്കണം. എന്ത്? അൻ യുർസഖുൽ ജന്ന, സ്വർഗം കിട്ടാൻ, സ്വർഗം കിട്ടാൻ ചോദിക്കണം. വഅൻ യജ്അല ഖാതിമതഹു ഇലൽ ഖൈർ, നല്ല ഒരു ഖാതിമത്ത്, സൂഉൽ ഖാതിമത്ത് നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഹുസ്നുൽ ഖാതിമത്ത്, നല്ല ഒരു മരണം, പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷ, സ്വർഗം കിട്ടണം. നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ച ഏറ്റവും നല്ല ദുആ, ഹജ്ജ് ഇഹ്റാം കിട്ടിയാൽ പോലും ചൊല്ലേണ്ട ദുആ, നമ്മൾ എപ്പോഴും വർദ്ധിപ്പിക്കേണ്ട ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വ നഊദു ബിക മിൻ സഖതിക വന്നാർ. ഒന്ന് ചൊല്ലി നോക്ക് നിങ്ങൾ, എന്തൊരു മനോഹരം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വ നഊദു ബിക മിൻ സഖതിക വന്നാർ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തി തരുമാറാവട്ടെ. എന്താണ് ആ ചോദ്യം? എന്താണ് ആ ചോദ്യം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ നസ്അലുക, നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, റിളാക, നിന്റെ തൃപ്തി, വൽ ജന്ന, സ്വർഗവും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നിന്റെ തൃപ്തിയോടെ സ്വർഗം തരണം. തൃപ്തിപ്പെട്ട് സ്വർഗം തരണം, തൃപ്തിപ്പെട്ട് സ്വർഗം തരണം.
വനഊദു ബിക, നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ വഅഊദു ബിക മിൻ സുഖത്തിക, അല്ലെങ്കിൽ സഖത്തിക, നിന്റെ കോപത്തെ തൊട്ട്, വന്നാർ, നരകത്തെ തൊട്ടും. കോപ്പിച്ച് നരകത്തിലിടല്ലേ പടച്ചവനെ, ഞങ്ങളെ കോപ്പിച്ച് നരകത്തിലിടല്ലേ. അല്ലാഹുവേ, ഞങ്ങളെ നീ തൃപ്തിപ്പെട്ട് സ്വർഗത്തിൽ കടത്തണേ. പടച്ചറബ് നമ്മുടെ സ്വർഗത്തിൽ കടത്തി തെരുമാറാവട്ടെ. അത് ആർക്കേ കിട്ടൂ. ഈ രീതിയിൽ 5 കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. അത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ ക്രോഡീകരിച്ചതാണ്. തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ കൽബിൽ 5 എണ്ണം ഉണ്ടായിരിക്കണം. അമൽ സ്വാലിഹാത്തിൽ മുന്നേറണം, ദുആ വർദ്ധിപ്പിക്കണം. ഇതൊക്കെ ശരിക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. നമ്മളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, പടച്ചവനെ അല്ലാഹുവിന്റെ വൈബിൽ, അഥവാ നമ്മളെപ്പോഴും അസാന്നിധ്യത്തിൽ പടച്ചറബിനെ ശരിക്കും ഇങ്ങനെ പേടിച്ചു നിൽക്കുക, രഹസ്യമായി പടച്ചറബിനെ പേടിക്കുക എന്ന് പറയും. വജാഅ ബിഖൽബിൻ മുനീബ്, നല്ല വിനയമുള്ള ഹൃദയവുമായി അവൻ പടച്ചറബിന്റെ മുമ്പിൽ വന്നാൽ അവനോട് പടച്ചറബ് വിളിച്ചിട്ട് പറയും ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്. ഉദ്ഖുലൂഹാ ബിസലാം, ഉദ്ഖുലൂഹാ ബിസലാം. അവനൊരു ബുദ്ധിമുട്ടുമില്ല, അവനൊരു പ്രയാസവുമില്ല. അവനെ നേരിട്ട് സ്വർഗത്തിലേക്ക് കടത്തുമെന്ന് മാത്രമല്ല, ലഹുമ്മാ യശാഊന ഫിഹാ വലദൈന മസീദ്. ലഹുമ്മാ യശാഊന ഫിഹാ, അവർ ഇച്ഛിക്കുന്നത് മുഴുവൻ അവർക്ക് സ്വർഗത്തിൽ ലഭ്യമാണ്. വലദൈന മസീദ്, അവർക്ക് കൂടുതൽ കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, അവർക്ക് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു കൊടുക്കും. അതെന്താ? ഇതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് മഹാപണ്ഡിതന്മാർ പറഞ്ഞു, അത് ലിഖാഉള്ളയാണ്, അല്ലാഹുവിനെ കാണാനുള്ള സൗഭാഗ്യമാണ്. ഒരു പടച്ചറബ് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ പാരമ്യത സ്വർഗമല്ല, അതിന്റെ അൾട്ടിമേറ്റ് സ്വർഗമല്ല, മറിച്ചെന്താ? അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കലാണ്. അതാണ് വലിയ വലിയ മഹത്തുക്കൾ സമൂഹത്തോട് പറഞ്ഞത്. റാബിയത്തുൽ അദവി എന്ന ബീവി ഉണ്ടല്ലോ, ഹസൻ ബസരി തങ്ങൾ വന്ന് ആലോചന നടത്തിയപ്പോൾ പോലും പറഞ്ഞതെന്താ? നാളെ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന സത്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്കൊരു വിവാഹ ജീവിതം സ്വപ്നമല്ല. ഞാൻ എന്റെ പരലോകത്തിൽ മശ്ഗൂലാണ്. ഈ മഹദിയാകുന്ന ആ ബീവി പറഞ്ഞ വാചകമുണ്ട് ചരിത്രത്തിൽ, വല്ലാഹി മാ അബത്തുക ഖൗഫൻ മിൻ നാരിക വതമഅൻ ഫീ ജന്നതിക. പടച്ചവനെ, നിന്റെ സ്വർഗം കൊതിച്ചുകൊണ്ടോ നരകം പേടിച്ചുകൊണ്ടോ മാത്രം നിന്നെ ഞാൻ ആരാധിച്ചിട്ടില്ല കേട്ടോ. അല്ലാഹ്, നിന്നെ ഞാൻ ആരാധിച്ചു സ്വർഗം കൊതിച്ചുകൊണ്ട് മാത്രമല്ല, നരകത്തെ പേടിച്ചുകൊണ്ട് മാത്രമല്ല. റബ്ബേ വലാകിൻ അബത്തുക ലിദാതിക, എനിക്ക് നിന്റെ ദാത്ത് കാണണം, നിന്റെ ദാത്ത് എനിക്ക് കാണണം, നിന്നെ എനിക്ക് കാണണം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ തേടിയത്. അപ്പൊ കണ്ടോ, സ്വർഗത്ത് കടന്ന പോരാ, ഒരു വിശ്വാസിക്ക് പടച്ചറബ് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭവം ലിഖാഉള്ളയാണ്. അല്ലാഹുവിന്റെ ദർശനം നമുക്ക് പടച്ചറബ് നൽകുമാറാവട്ടെ. അത് കണ്ടാൽ ഒരു മനുഷ്യന് ദുന്യാവെന്ന് കിട്ടിയ ഒരു സൗഭാഗ്യം അതിനെത്തൂല. അത്രമാത്രം സൗഭാഗ്യമാണത്. അതാ വളരെ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക. അള്ളാഹുവിന്റെ പ്രസിദ്ധമായ ഒരു ഹദീസിന്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 പേടി ഒരിക്കലും ഒരു മനുഷ്യനൊപ്പം ഉണ്ടാവില്ല. ലാ യജ്തമിഉ അലാ അബ്ദി ഖൗഫാനി വ അംനാൻ, ലാ യജ്തമിഉ അലാ അബ്ദി ഖൗഫാനി വ അംനാൻ. ഇതാരാ പറഞ്ഞത്? യഖൂലുല്ലാഹു, അല്ലാഹ് പറയുന്നതാണ്, ഖുദ്സിയാണ്. പടച്ച റബ്ബ് പറയുന്നതായി പരിശുദ്ധ തിരുദൂതർ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിക്കുന്ന പടച്ച റബ്ബ് പറയുന്നത്, ലാ യജ്തമിഉ അലാ അബ്ദി, ലാ യജ്തമിഉ അലാ അബ്ദി, എന്റെ അടിമയുടെ മേൽ ഒരുമിച്ച് കൂടൂല. ഖൗഫാനി വ അംനാൻ, ഖൗഫും അംനും രണ്ടും ഒപ്പം. എങ്ങനെ? ഖൗഫാനി, 2 ഖൗഫും 2 അംനും ഒപ്പം ഉണ്ടാവില്ല. ഒരു ഖൗഫ് ഒരു അംനും ഒരു ഖൗഫ്, അങ്ങനെ ഉണ്ടാവും. എന്താ? ദുന്യാവിലും ആഖിറത്തിലും കൂടി പേടിക്കണ്ട. ദുന്യാവിലും ആഖിറത്തിലും കൂടി പേടിക്കാതിരിക്കും വേണ്ട. 2 ഭയവും 2 നിർഭയത്വവും എന്റെ അടിമക്ക് പടച്ച റബ്ബ് ഒന്നിച്ചു കൊടുക്കൂല. അല്ലാഹു പറഞ്ഞതായി ഷഫീഉനാ റസൂലുള്ളാഹി. അതെന്താ? ഇൻ അഖാഫനി ഫി ദുനിയ, ദുന്യാവിൽ എന്റെ അടിമ ശരിക്കും പേടിച്ചാൽ, ദുനിയാവിൽ ഒരടിമ ശരിക്ക് പടച്ച റബ്ബിനെ പേടിച്ചാൽ, അമിൻതുഹു ഫിൽ ആഖിറ, പരലോകത്ത് ഞാൻ അവന് സുരക്ഷിതത്വം കൊടുക്കുമ്പോൾ പിന്നെ ഒന്നും പേടിക്കണം. പിന്നെ പരലോകത്തും പേടിക്കണ്ട, പിന്നെ പരലോകത്ത് അവനൊന്നും പേടിക്കണ്ട. ദുന്യാവിൽ അവൻ എന്നെ ശരിക്കും പേടിച്ചാൽ പരലോകത്വം പേടിക്കേ വേണ്ട. വൈൻ അമിനനി ഫി ദുനിയ, ദുന്യാവിൽ എന്നെ പേടിക്കാതിരുന്നാലോ അഖഫ്തുഹു ഫിൽ ആഖിറ, പരലോകത്ത് ഞാൻ അവനെ ഭയപ്പെടുത്തുക തന്നെ ചെയ്യും. പരലോകത്ത് പേടിപ്പിക്കുക ഉറപ്പല്ലേ? അപ്പൊ ദുന്യാവിൽ പേടിച്ചവനെ പരലോകത്ത് പേടിപ്പിക്കുക അല്ലാഹു പേടിപ്പിക്കൂല. ദുന്യാവിൽ പേടിക്കാത്തവനെ പരലോകത്ത് പടച്ചറബ് പേടിപ്പിക്കും. അല്ലാഹു ദുന്യാവിൽ പടച്ചറബിനെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തെരുമാറാവട്ടെ. പടച്ചവനെ, പരലോകത്ത് ഞങ്ങളെ നീ പേടിപ്പിക്കല്ല തമ്പുരാനെ. നിർഭയത്വം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആമിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ രേഖപ്പെടുത്തണേ റബ്ബേ. നോക്കണം നിങ്ങൾ,
വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞ 5 കാര്യത്തിൽ ഒന്നുണ്ടല്ലോ, 5 കാര്യത്തിൽ ഒന്ന്, അവിടെയാണ് നമ്മൾ പ്രധാനമായി ഊന്നൽ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇരിക്കുന്നത് കുത്തുബുസ്സമാന്റെ ചാരത്ത. എന്തിനാ നേർച്ച, എന്തിനാ ഉറൂസ്, എന്തിനാ വഅദ്? ഇതൊക്കെ സ്വാലിഹീങ്ങളുടെ ഹുബ്ബ് കൂട്ടാൻ. അയ്യുഹിബ്ബ സ്വാലിഹീന വ അഹ്ലൽ ഖൈരി വ യുഖാലിതുഹും വ യുജാലിസുഹും. അത് ഇവിടുന്ന് കിട്ടും നിങ്ങൾക്ക്. അഹ്ലു സ്വാലിഹീങ്ങളുടെ സ്നേഹവും അവരുടെ കൂടെ ഇരിക്കലും അവരോട് കലരലും അവരുമായി മിങ്കിൾ ചെയ്ത് അവർക്കൊപ്പം ഇരിക്കുക. നമ്മൾ അവരുടെ കൂടെയാണ്, കുത്തുബുസ്സമാന്റെ കൂടെയാണ് നമ്മളുള്ളത്. അല്ലാഹുവേ, ഈ ബന്ധം നീ നിലനിർത്തി തരണേ തമ്പുരാനെ. വർഷങ്ങളായി ഇതിനു വേണ്ടി ഓടി വരുന്നവരുണ്ട്, ബസ്സിന് പണം കൊടുക്കുന്നവരുണ്ട്, ഇവിടെ കിടന്നുറങ്ങുന്നവരുണ്ട്, ഇനി നടന്ന് വീട്ടിലേക്ക് പോകുന്ന പാവങ്ങളുണ്ട്. കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് മമ്പുറത്തത് ഈ ദിക്ർ ദുആക്ക് വേണ്ടി എന്നെ കാണാൻ വന്നതല്ല, എന്നെ കേൾക്കാൻ വന്നതല്ല, മമ്പുറത്തായത് കൊണ്ട് വന്നവരാ നിങ്ങൾ അധികവും എന്ന് എനിക്കറിയാം. എന്റെ പ്രസംഗം കേൾക്കാൻ വന്നുകൂടിയവരല്ല നിങ്ങൾ, മമ്പുറത്തായത് കൊണ്ട് കേട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണേ. ഇതിലേക്ക് പണമില്ലാതെ നടന്നു വന്നവരുണ്ടാകും, രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് അതിന് ഷിഫാഇന് വേണ്ടി ഒരു ആമീൻ പറയാൻ വന്നവരുണ്ടാകും. അല്ലാഹുവേ, അവർക്കൊക്കെ കാലടിപ്പാടുകൾ കണ്ട് ഹസനാത്ത് കൊടുക്കണേ റബ്ബേ. പിരിഞ്ഞു പോകുമ്പോഴേക്കും ഓരോ ദോഷങ്ങൾ നീ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരെ പഠിപ്പിക്കുകയാണ്, വളരെ കൃത്യമായി പറഞ്ഞതാണ്. അയ്യുഹിബ്ബ സ്വാലിഹീന വ അഹ്ലൽ ഖൈരി വ യുഖാലിതുഹും വ യുജാലിസുഹും. അവരെ കൂടെ ഇരിക്കലും അവരോട് കലരലും സ്നേഹം വലിയ ഉപകാരമാണ്. സ്നേഹം വലിയ ഉപകാരമാണ്. നല്ലവരുടെ കൂടെ ചേർന്നാൽ. ഒരു അഅറാബിയുടെ ചരിത്രമുണ്ടല്ലോ, അല്ലാഹുവിന്റെ തിരുദൂതരുടെ മുമ്പിൽ വന്നുകൊണ്ട് ചോദിച്ചത്. അഅറാബിയുടെ ചരിത്രമുണ്ടല്ലോ. അഅറാബി എന്നാണ് ഖിയാമത്ത് നാളെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ. സമാനമായ ഒരുപാട് സംഭവം ഹദീസിന്റെ കിതാബിലുണ്ട്. ഒരു അഅറാബി ഒരിക്കൽ വന്ന് നബി തങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ലൈസ ഇൻദി കത്റത്തു സ്വലാത്തിൻ വലാ സിയാം. എനിക്ക് കൂടുതൽ നിസ്കാരമില്ല, കൂടുതൽ നോമ്പില്ല, ഞാൻ ഒരുപാട് ഇബാദത്തൊന്നും ചെയ്തവനല്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു. ഞാൻ എൻ്റെ മുത്തുനബിയെയും പടച്ചറബിനെയും സ്നേഹിക്കുമെന്ന് ഒരു വിദ്യാഭ്യാസമില്ലാത്ത മലവാരവാസിയായ ഒരു അഅറാബി വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ചെന്താ? അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ അവൻ സ്നേഹിച്ചവർക്കൊപ്പമുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ പടച്ചോനെ, കുത്തുബുസ്സമാൻ കിടക്കുന്ന സ്വർഗത്തിൽ ഹുബ്ബ് കൊണ്ട് ഞങ്ങളെ നീ കടത്തി തരണേ തമ്പുരാൻ. ഹുബ്ബ് കൊണ്ടേ കടക്കൂ. നമ്മളെ പവർ കൊണ്ട് കടക്കൂല. അതിനകത്ത് ഇബാദത്തും നമുക്ക് അതിനകത്ത് ഇൽമുല്ല, തഖ്വയില്ല. അല്ലാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തരുമാറാവട്ടെ. മാത്രമല്ല, നോക്ക്, നിങ്ങളെ ഹുബ്ബ് കൽബിലുണ്ടായാൽ ചില്ലറ അബദ്ധങ്ങൾ പറ്റിയാൽ പോലും അവനോട് എങ്ങനെ പെരുമാറണം. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഈ ഹദീസ് പറയാം, തെറ്റിദ്ധരിക്കരുത്. അതിന്റെ മഫ്ഹൂം മുഖാലഫ മനസ്സിലാക്കരുത്. വളഞ്ഞ വഴിക്ക് ചിന്തിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയാം, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ തൊട്ട് ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, പരിശുദ്ധ പ്രവാചകർ പറഞ്ഞതാണ്. അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അന്ന റജുലൻ കാന അലാ അഹ്ദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖിന്റെ കാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നേ. ഒരു മനുഷ്യൻ അഷ്റഫുൽ ഖൽഖിന്റെ കാലത്ത് ജീവിച്ചിരുന്നു. കാന ഇസ്മുഹു അബ്ദുല്ലാഹ്. അവന്റെ പേര് നല്ല പേരാണ്, അബ്ദുല്ലാഹ്. വകാന യുദ്ഹിഖു റസൂലല്ലാഹി. അഷ്റഫുൽ ഖൽഖിനെ അവൻ പുഞ്ചിരിപ്പിക്കുമായിരുന്നു, പലപ്പോഴും ചിരിപ്പിക്കുമായിരുന്നു. നബി തങ്ങളെ മുമ്പിൽ വന്നിട്ട് തമാശ പറയും. വേറൊരു ഹദീസിലുണ്ട്, ഈ മനുഷ്യൻ നബി തങ്ങൾക്ക് നല്ല മധുര പലഹാരം കൊണ്ട് കൊടുക്കും. നബിയോട് വല്ലാത്ത സ്നേഹമാണ്, ഹബീബിനോട് വല്ലാത്ത ഇഷ്ടമാണ്. നബി തങ്ങളെ സദസ്സിൽ വരും, നല്ല നല്ല തമാശകൾ പറയും. നബി തങ്ങൾ പോലും ചിരിക്കും. അവനെ ഇഷ്ടപ്പെട്ടു നബി തങ്ങൾ. എങ്ങനെയോ നബി തങ്ങളും അവനും അടുത്തു. വകാനൻ നബിയു ഖദ് ജലദഹു ഫി ശറാബ്. ഒരിക്കൽ അവൻ കള്ള് കുടിച്ചു കൊണ്ടുവരപ്പെട്ടു. നബി തങ്ങൾ അവനെ ഇസ്ലാമിക ശിക്ഷ നടപ്പാക്കി. ഇസ്ലാമിന്റെ ശിക്ഷ, പടച്ചറബിന്റെ കൽപ്പന നടപ്പാക്കി. കള്ള് കുടിച്ചവൻ ഇസ്ലാം കൊടുക്കുന്ന ശിക്ഷ പടച്ചറബിന്റെ പ്രവാചകൻ വിധിച്ചു, അത് കൊടുത്തു. അങ്ങനെ അവൻ പോയി. ഫഊതിയ ബിഹി യൗമ. വേറെ ഒരു ദിവസം പിന്നെയും കള്ള് കുടിച്ചു കൊണ്ടുവന്നു. ഒരിക്കൽ കള്ള് കുടിച്ച് ശിക്ഷിച്ചു വിട്ടവനാണ്, ഒരിക്കൽ കള്ള് കുടിച്ചിട്ട് ശിക്ഷിച്ചവനെ വിട്ടതാണ്. പിന്നെയും അവൻ വന്നു. ഫഅമറ ബിഹി. അള്ളാന്റെ റസൂൽ അങ്ങനെ തന്നെ ചെയ്യാൻ കൽപ്പിച്ചു. ഫജുലിദ. അവനെ പിന്നെയും അവനെ ഇസ്ലാമിന്റെ ഹദ്ദ് നടപ്പാക്കി. ഇസ്ലാമിന്റെ ഹദ്ദ് നടപ്പാക്കി അവനെ അടികിട്ടി. ഫഖാല റജുലുൻ. അപ്പ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി പറഞ്ഞു, അത് കണ്ടു നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, ഫഖാല റജുലുൻ മിനൽ ഖൗം. ആ സമൂഹത്തിലെ ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മ ലഅൻഹു. പടച്ചവനെ, അവനെ നീ ശപിക്കണേ. അല്ലാഹുവേ, അവന് നീ ശാപം കൊടുക്കണേ. മാ അക്തറമായി ഉതാബിഹി. ഒരേ തെറ്റി എത്ര തവണയാണ് ഇവൻ ആവർത്തിക്കുന്നത്? ഒരിക്കൽ ശിക്ഷ കിട്ടിയില്ലേ, പിന്നെ നബിന്റെ മുമ്പിലേക്ക് ആ തെറ്റ് ചെയ്ത് വരാൻ ലജ്ജ ഉണ്ടാവൂലേ? എന്ത് മനുഷ്യനാ ഇവൻ ശപിക്കണേ? ഫഖാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തൽഅനുഹു. ശപിക്കല്ലേ, അവനെ ശപിക്കല്ലേ, അവനെ നിങ്ങൾ ശപിക്കല്ലേ. ഫവല്ലാഹി. പടച്ച റബ്ബാണ് സത്യം. മാ അലിംതു. എനിക്കറിയാം. അന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു.
അവന് അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. അവന്റെ ഹൃദയത്തിൽ എന്നോട് സ്നേഹമുണ്ട്, പടച്ചറബിനോട് സ്നേഹമുണ്ട്. ഒരബദ്ധം പറ്റിയത് ശിക്ഷ കൊടുത്തു, അവനെ തിരുത്തുകയാണ് വേണ്ടത്, ശപിക്കുകയല്ല വേണ്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഹുബ്ബ് വെച്ച് കള്ളു കുടിക്കാമെന്നല്ല ഇതിന്റെ അർത്ഥം, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഹുബ്ബ് വെച്ചാൽ എല്ലാം കിട്ടും, കള്ളു കുടിക്കാൻ അനുമതിയല്ല ഇത്. മറിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ എന്തു ചെയ്യണമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ഒരാൾ തെറ്റ് ചെയ്താൽ എന്തു ചെയ്യണം? അവന് സാവകാശം മടങ്ങാൻ അവസരം കൊടുക്കണം. അവനെ ശപിക്കരുത്, അവനെ ആട്ടി അകറ്റരുത്, അവനെ പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കരുത്. അവനോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താ? ഇതിൽ 2 പാഠമുണ്ട്. ഒന്നാമത്തെ പാഠം എന്താണ്? സ്നേഹത്തിന് വലിയ വിലയുണ്ട്. അള്ളാഹിന്റെ സ്നേഹവും പരിശുദ്ധ ഹബീബിന്റെ സ്നേഹവും പിടിച്ചു പറ്റിയാൽ രക്ഷപ്പെട്ടു. 2, തെറ്റിനോടുള്ള സമീപനം. ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ പടിക്ക് പുറത്തു നിർത്തുന്നതിന് പകരം നന്നാക്കാൻ നോക്കണം. ക്ഷമ വേണം, അവധാനത വേണം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ താരീഖിൽ കാണാം, ആരാണ് ഉമർ തങ്ങൾ? ഗൗരവത്തിന്റെ പ്രതീകം, വെട്ടുന്ന മുറിരണ്ടി എന്ന സ്വഭാവമുള്ള മഹാൻ. പക്ഷെ തെർബിയത്തിന്റെ മേഖലയിൽ ഉമർ തങ്ങളെ നോക്ക് നിങ്ങൾ. മഹാനവറുകളുടെ ഒരു ഉത്തമ കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ എപ്പോഴും വരും, സംസാരിക്കും, ഒപ്പം നിൽക്കും. പിന്നീട് അവൻ വരാതെയായി അന്വേഷണം നടത്തി. അന്വേഷിച്ചപ്പോഴോ അവൻ കള്ള് കുടിച്ച് കൂത്താടുകയാണ്. കള്ളുകുടിയന്മാരെ കൂട്ടത്തിൽപ്പെട്ടു. കള്ള് കുടിച്ച് കൂത്താടി. ഇസ്ലാം ആണെങ്കിൽ കള്ള് നിരോധിച്ചിട്ടുണ്ട്. ഇവൻ കള്ളുകുടിയന്മാരുടെ കൂട്ടത്തിലാണ്. ഉമർ ഫാറൂഖ് തങ്ങൾക്ക് വിവരം കിട്ടി. ഉമർ ഫാറൂഖ് തങ്ങൾ നല്ല മനോഹരമായ ഹൃദയസ്പൃക്കാർ കത്തെഴുതി, നല്ല മനോഹരമായ കത്തെഴുതിയിട്ട് അവൻ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ഉപദേശിക്കുന്ന, ആക്ഷേപിക്കാതെ ഉപദേശിക്കുന്ന ഒരു കത്തെഴുതിയിട്ട് ഒരാളെ കയ്യിൽ കൊടുത്തയച്ചു. അവൻ ലഹരി ബാധിതനല്ലാത്ത സമയത്ത് ഈ കത്ത് കൊടുക്കണം. ആ കത്ത് അവന് കൊണ്ടുപോയി കൊടുത്തു. കത്ത് വായിച്ചു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമർ തങ്ങൾ എഴുതിയ കത്ത് വായിച്ചിട്ട് അവൻ കണ്ണീരൊലിപ്പിച്ചു. അവന്റെ മനസ്സ് പരിവർത്തിതമായി. കള്ളുകുടി നിർത്തി സദസ്സിൽ വന്നു. താരീഖിന്റെ കിതാബിൽ കാണാം. അതാണ് അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു ബിനി ആദമ ഖത്വാഉൻ. ഹദീസാണ്, കുല്ലു ബിനി ആദമ ഖത്വാഉൻ. ഈ മനുഷ്യന്മാര് മുഴുവൻ, ആദമിന്റെ മക്കളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. ഞാനും നിങ്ങളും അടക്കം മുഴുവനാളെങ്കിലും വീഴ്ച വരും. വഖൈറുൽ ഖത്വാഇന തവ്വാബൂൻ. വഖൈറുൽ ഖത്വാഇന, ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നവരെ നല്ലവരാരാ? തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നല്ലവരുണ്ട്. വഖൈറുൽ ഖത്വാഇൻ, നബി തങ്ങളെ വാക്ക് നോക്കണം. വഖൈറുൽ ഖത്വാഇന അത്തവ്വാബൂൻ. ഏറ്റവും നല്ല തെറ്റ് ചെയ്യുന്നവൻ തൗബ ചെയ്യുന്നവനാണ്. തൗബ ചെയ്യുന്നവനെ പടച്ചറപ്പിന് ഇഷ്ടമാണ്. അതുകൊണ്ട് നന്മ ഉപദേശിക്കാതിരിക്കരുത്. എന്നാൽ ഇന്ന് വേറൊരു പാഠം കൂടി പഠിക്കേണ്ട. എന്താ? നന്മ ഉപദേശിക്കാതെ ഒരിക്കലും തെറ്റ് ചെയ്യുന്നവനോട് ചങ്ങാത്തം പാടില്ല. അതാണ് ഇവിടെ ഉമർ ഫാറൂഖ് തങ്ങൾ വെള്ളക്കടലാസിന് കത്ത് കൊടുത്തയച്ച് നന്നാവാനാ. അള്ളാഹുവിന്റെ റസൂൽ അവനെ ശരിക്കും അടിക്കുക ചെയ്തത്. അപ്പൊ ഈ തെറ്റിനോട് ശരിക്കും നമ്മൾ ഈ സമീപനം സ്വീകരിക്കാതെ ചങ്ങാത്തമാവരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ബനീ ഇസ്രായേൽ ശിക്ഷിക്കപ്പെട്ട എന്തുകൊണ്ടാ? അവർ അവർ ചെയ്ത തിന്മയെ കുറിച്ച് ഒരു അക്ഷരം അവർ പറയില്ല. നബി തങ്ങൾ ഇവൻ കണ്ടുപിടിച്ച പഠിച്ചു, ഇസ്ലാമിന്റെ ഹദ് നടപ്പാക്കി. ഉമർ ഫാറൂഖ് തങ്ങൾ നല്ല മനോഹരമായ ഹൃദയസ്പൃക്കായ കത്തെഴുതി. നമ്മൾ അത് ചെയ്യണം. എത്ര നല്ല കൂട്ടുകാരങ്ങൾ തെറ്റിയതാൽ ഉപദേശിക്കണം. എന്നിട്ട് തിരുത്തുന്നില്ലെങ്കിൽ മാത്രമാണ് അവനെ കൈവടിയേണ്ടത്. അതിനു മുമ്പ് കൈവടിയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന്റെ മാർഗരേഖ വരച്ചു. ഇതിന്റെ മാർഗരേഖ എന്തിനു മാർഗരേഖ? പഠിച്ചോളൂ, തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയിക്കോളൂ. ഞാൻ ചെറുപ്പക്കാരോടാ പറയുന്നത്, നല്ല പഠനമുള്ള വിദ്യാർത്ഥികളുടെ, നാടന്മാർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി പറയുന്നു. അർബഉൻ മിൻ ഹുഖൂഖിൽ മുസ്ലിമീന അലൈക. അർബഉൻ മിൻ ഹുഖൂഖിൽ മുസ്ലിമീന അലൈക. നിന്റെ കയ്യിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് കിട്ടാൻ 4 അവകാശമുണ്ട്. നിന്റെ കയ്യിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് 4 അവകാശം കിട്ടിയിരിക്കണം. അതെന്താ? ബാപ്പ മരിച്ചാൽ സ്വത്തിന് അവകാശമുണ്ടെന്ന് നിനക്ക് ബോധമുണ്ടല്ലോ. നിന്റെ കൂട്ടുകാർക്ക് നിന്നിൽ നിന്ന് 4 അവകാശമുണ്ട്. എന്താ? 1, അൻ തുഈന മുഹ്സിനഹും. ദീനാണ് പഠിപ്പിക്കുന്നത്, ചെയ്തേ പറ്റൂ, ചെയ്യാതിരുന്നാൽ നാളെ ചോദിക്കും. അൻ തുഈന മുഹ്സിനഹും. നമ്മുടെ കൂട്ടത്തിൽ നന്മ ചെയ്യുന്നവനെ സഹായിക്കണം, നല്ലത് ചെയ്യുന്നവനെ സഹായിക്കണം. ഒരു നന്മ കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കണം. 1. രണ്ടാമത്തേത് അൻ തസ്തഗ്ഫിറ ലിമുദ്നിബിഹിം. നമ്മുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യുന്നവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും പള്ളി കയറി ഖതീബ് പഠിപ്പിക്കുന്നതാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഈ പദപ്രയോഗം എന്തിനാ? വേറൊരാൾ തെറ്റിയതിന് ഖതീബ് പറഞ്ഞിട്ട് എന്താ? അങ്ങനെ വേണ്ടത് എല്ലാ മുസ്ലിമീങ്ങൾക്കും പുറത്തു കൊടുക്കണം. സ്വാർത്ഥത അവിടെ ഉണ്ടാകാൻ പാടില്ല. അതാണ് വൻ തസ്തഗ്ഫിറ ലിമുദ്നിബിഹിം. നന്മ ചെയ്യുമ്പോൾ സഹായിക്കുകയും തിന്മ ചെയ്യുമ്പോൾ പൊറുക്കലിനെ തേടുകയും ചെയ്യും. നമ്മുടെ ഒരു സുഹൃത്ത് തെറ്റ് ചെയ്താൽ പഠിച്ചോനെ പോലെ നന്നാക്കണമെന്ന് പറയണം. വൻ തദ്ഉ ലിമുദ്ബിരിഹിം.
ദഅവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പടച്ചോനെ ഇങ്ങോട്ട് അടുപ്പിക്കണേ, കടമയാണ്. മൂന്നാമത്തേത്. നാലാമത്തേത് വൻ തുഹിബ്ബ തായിബഹും, തൗബ ചെയ്യുന്നവനെ നിങ്ങൾ ഇഷ്ടപ്പെടണം. തൗബ ചെയ്യുന്നവനെ ഇഷ്ടപ്പെടണം. ഈ 4 കാര്യങ്ങൾ ചെയ്യൽ ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അത് ചെയ്യുന്നവനാ മഹ്ശറിൽ രക്ഷ. അത് ചെയ്യുന്നവനാണ് മഹ്ശറിൽ രക്ഷയുള്ളത്. അത് ചെയ്യുന്നവനാണ് മഹ്ശറിൽ രക്ഷപ്പെടുന്നവൻ. മഹ്ശറിൽ പരാജയപ്പെടുന്നവനാരാ? ഇത് ചെയ്യാതിരിക്കുന്നവൻ. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും വലിയ ഗൗരവമുള്ള ശിക്ഷയാണ് പലിശ തിന്നുക എന്നാൽ അത് വലിയ ഹറാമിന്റെ അങ്ങേ അറ്റമാണ്. സബഉൽ മുബിഖാത്താണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ തിരുദൂതരാകുന്ന മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിച്ചാടി പോകുന്നത്. ശ്വാസം വിടാൻ പോലും നിൽക്കാതെ ഞാൻ പറയാൻ കാരണം ഈ സമയത്തുള്ളിൽ അല്പമെങ്കിലും ഒതുക്കണമെന്ന് കരുതിക്കൊണ്ടാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു, അർരിബാ സലാത്തത്തും വസബഊന ബാബാ, പലിശ എന്ന് പറഞ്ഞാൽ 73 ഭാഗമാകുന്നു. പലിശ 73 ഭാഗമാകുന്നു. ഐസറുഹാ മിത്ലു അൻ യൻകിഹർ റജുലു ഉമ്മഹു, സ്വന്തം മാതാവിനെ അവൻ നിക്കാഹ് ചെയ്യലാണ്. മാതാവിനെ നിക്കാഹ് ചെയ്യലാണ് അതിൽ ഏറ്റവും ചെറിയ ഭാഗം. പലിശ അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ നബി തങ്ങൾ പറഞ്ഞ ഉമ്മയെ നിക്കാഹ് ചെയ്യും പോലെയാണ്. എന്നിട്ട് നബി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, കേട്ടിട്ടുണ്ടോ? ഈ ഹദീസിന്റെ അവസാനത്തെ വാക്ക് പലരും ഉദ്ധരിക്കാറില്ലല്ലോ. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, വഇന്ന അർബർ റിബാ ഇർദുർ റജുലിൽ മുസ്ലിം, റിബയിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ള റിബ, പലിശയിൽ വെച്ച് ഏറ്റവും വലിയ പലിശ ഏതാ? പലിശയിൽ വെച്ച് ഏറ്റവും വലിയ പലിശ, കടുത്ത ശിക്ഷ കിട്ടുന്ന പലിശ, പലിശ വാങ്ങുന്നതിനേക്കാളും തിന്നുന്നതിനേക്കാളും ഗൗരവം ഏതാ? ഇർദുർ റജുലിൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തലാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരാളെ മാനക്കെടിലാക്കുക, ഓന്റെ ഒരു തെറ്റ് സംഭവിച്ചാൽ നാട്ടുകാരോട് ഇങ്ങനെ നടന്ന് പറയാം, ഓനെ കാണുമ്പോൾ ഓനെ അയിബാക്കുക. അതാണ് റിബയിൽ വെച്ച് ഏറ്റവും വലിയ റിബ. ഇന്ന അർബർ റിബ ഇർദുർ റജുലിൽ മുസ്ലിം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഗൗരവം നോക്കുക, നമ്മൾ ചിന്തിക്കാറുണ്ടോ? പലിശ വാങ്ങുന്നതിനേക്കാൾ അതീവ ഗൗരവമുള്ള ഗുരുതര വിഷയമാണത്. ഒരു മനുഷ്യന്റെ അഭിമാനത്തെ നമ്മൾ കോട്ടം വരുത്താൻ നമ്മൾ എത്ര ആളെ കുറ്റം പറഞ്ഞു നടക്കാറുണ്ട്. തെറ്റ് വെളിവാകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഓന്റെ പിന്നാലെ പോയാൽ അപകടം ഉണ്ടാവുമെന്ന് പറയാൻ ചിലപ്പോൾ ചില ആളുകളെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തി തരും. അത് വേറെ കാര്യം അല്ല. നമ്മളെ കൂട്ടത്തിൽ ഒരാളെ ഒരു അബദ്ധം എടുത്ത് പറ്റിയ ഒരു തെറ്റ് മനുഷ്യനല്ലേ പറ്റുമല്ലോ. എല്ലാ ഇബ്നു ആദം ഖത്തായികളാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു അബദ്ധം പറ്റിയ ഓനോട് കൈ ഒടിച്ചിട്ട് ഓനോട് ആക്ഷേപിച്ചു ഓനെ എരപ്പാക്കിയിട്ട് ഓനെ ഒന്നുമല്ലാതെ ഈ മൂലക്കിരുത്തും. അതാണ് പലിശ തിന്നുന്നതിനേക്കാൾ ഗൗരവമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനത്തെ ആളുകൾ മഹ്ശറിൽ ഇങ്ങനെ എടങ്ങേറായി. അവർ എടങ്ങേറ് എത്ര നേരങ്ങൾ അവരൊക്കെ മഹ്ശറിൽ നിന്നിട്ട് വിയർക്കും. എത്ര في يوم كان مقداره 50,000 سنة 50,000 سنة എന്നാൽ 50,000 കൊല്ലമാണ് ഒരു ദിനം. ഒരു ദിനം 50,000 കൊല്ലം. ഒന്ന് ചിന്തിക്കണേ നിങ്ങൾ. സ്വർഗത്തിന്റെ കവാടം തുറന്നുകൊണ്ട് അങ്ങോട്ട് പോകുന്നവരോ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് അഹ്ലുൽ ജന്നതിക അംസാലി ഔലാദി 30 സന 33 വയസ്സുള്ള ചെറുപ്പക്കാരായിട്ട് അവരിങ്ങനെ കടന്നു പോകും. റിജാലുഹും വനിസാഉഹും, ആണും പെണ്ണും 33 നിൽക്കും. വയസ്സന്മാരെ 33ലേക്ക് ഇറക്കും, കുട്ടികളെ 33ലേക്ക് കയറ്റും. ഒരു നിശ്ചിതമായ വയസ്സ് വെച്ചുകൊണ്ട് അവർക്ക് കൊടുക്കും. അല്ലാത്തവർ ഇവിടെ നിന്നുകൊണ്ട് വിയർക്കുന്ന രംഗം പറയുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ വിശദീകരിക്കുമ്പോൾ ആയിഷ ബീവി ഇങ്ങനെ കേട്ടിരിക്കുന്നു, യുഹ്ശറുന്നാസ് യൗമൽ ഖിയാമത്തി കമാ വലദതുഹും ഉമ്മഹാതുഹും. മഹ്ശറിലേക്കാണ് നമ്മൾ വരുന്നത്. പരിശുദ്ധ പ്രവാചകർ പറയുന്നു, ജനങ്ങളെ മഹ്ശറിൽ ഉമ്മ പ്രസവിച്ച പോലെ നിരത്തി നിർത്തും. എങ്ങനെ? ഹുഫാതൻ ഉറാത്തൻ, അവർ ശരിക്കും നഗ്നപാതരായി, നൂൽ ബന്ധമില്ലാതെ പരലോകത്ത് നമ്മളിങ്ങനെ നിർത്തുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്. ഫഖാലത്ത് ആയിഷത്തു, നൂൽ ബന്ധമില്ലാതെ മനുഷ്യനെ പരലോകത്ത് നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, അർരിജാലു വന്നിസാ, നബിയെ ആണും പെണ്ണും ഒന്നിച്ചാണോ നിൽക്കുക? ഖാല, നബി തങ്ങൾ പറഞ്ഞു, നഅം, അങ്ങനെ തന്നെയാണ് ആയിഷ. ഫഖാലത്ത് ആയിഷത്തു, ആയിഷ ബീവി ചോദിച്ചു, വാസൗഅതാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, നമ്മുടെ ജനനേന്ദ്രിയങ്ങളുടെ കഥ എന്താണ്? യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, ജനനേന്ദ്രിയത്തിലേക്ക് പരസ്പരം ആളുകൾ നോക്കുന്ന ലജ്ജയില്ലേ? അങ്ങനെ സംഭവിക്കില്ലേ? ഫളറബ അലാ മൻകിബിഹാ, തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ മൻകിബിൽ അഥവാ ചുമലിലൊന്ന് കൊട്ടി, തോളത്തൊന്ന് കൊട്ടിയിട്ട് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ആയിഷ വഖാല ഇബ്നത ഇബ്നു അബീ ഖുഹാഫ, അബൂ ഖുഹാഫന്റെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. ഇബ്നു അബൂ ഖുഹാഫയുടെ മോളെ അബൂബക്കർ സിദ്ദീഖിന്റെ ബാപ്പയാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ പിതാവിനെ പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, ശുഇലൻ നാസി യൗമഇദിൻ അനിൻ നദർ, ജനങ്ങളെ മുഴുവനെന്ന് ഈ നോട്ടത്തെക്കാൾ വേറെ ശുഅൽ ഏർപ്പെട്ടിട്ടുണ്ടാകും. ജനങ്ങൾക്ക് നോക്കലല്ല പണി.
തുണി അഴിച്ച് പെണ്ണാടിയാൽ എന്ന് കാണാൻ ഓടിക്കൂടുന്നവർ, അത്തരം ഡാൻസുകൾക്ക് പിന്നാലെ പോകുന്നവർ, റാപ്പിന് പോകുന്ന ആളുകൾ, ക്യാബറെ ഡാൻസിന് പോകുന്ന ആളുകൾ, പെണ്ണിന്റെ മാനം കളയാൻ മത്സരിക്കുന്ന സമുദായത്തിലെ അംഗങ്ങൾ ചിന്തിക്കണം. പെൺവാണിഭം നടത്തുന്നവർ, അതിനുവേണ്ടി പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പണം ഉണ്ടാക്കുന്നവർ, നമ്മുടെ സമൂഹത്തിൽപ്പെട്ട തിന്മ ചെയ്യുന്നവരെ എത്ര പിടിക്കപ്പെട്ടു ഈ ചുറ്റുപാടിൽ. നിങ്ങൾ ഓർക്കണം, ഈ പ്രവർത്തനത്തിൽ മുസ്ലിമും അമുസ്ലിമും വ്യത്യാസമില്ലാതെയായി. നാടിൽ മുഴുവൻ ഈ വൃത്തികേട് അരങ്ങേറി പെണ്ണിന്റെ സൗന്ദര്യം വിലപേശി വാങ്ങുന്ന കാലഘട്ടം വന്നു. അത്തരം ആളുകളെ, ഏത് ചെറുപ്പക്കാരിയും വലുപ്പക്കാരിയും ഉടുതുണിയില്ലാതെ നിൽക്കുന്ന രംഗമുണ്ട് മഹ്ശറിൽ, ഒരുത്തനും നോക്കേണ്ടി വരൂല. ഈ നഗ്നത കാണാൻ പണം മുടക്കി കള്ള് കുടിച്ച് റൂമിൽ കയറി കാത്തിരുന്നവൻ, ഇതിനു വേണ്ടി കോടികൾ കൊടുക്കാൻ തയ്യാറുള്ള മനുഷ്യൻ, ഈ നഗ്നതയോടെ പെണ്ണുങ്ങൾ നിരന്നു നിൽക്കുമ്പോ ആണ് നോക്കൂല, ആണുങ്ങൾ നിരന്നു നിൽക്കുമ്പോ പെണ്ണ് നോക്കൂല. എന്താ കാരണം? അവനാന്റെ കാര്യം തന്നെ നോക്കാനുണ്ട്, മറ്റവന്റെ ഗുഹ്യത്തിലേക്ക് നോക്കാൻ അവന് സമയമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വശഖസു ബി അബ്സ്വാരിഹിം, അവർ കണ്ണ് തള്ളി നിൽക്കും. ആയിഷ ഇല സമായി, ആകാശത്തേക്ക് കണ്ണ് നട്ടിരിക്കും. ഔഖൂഫീന 40 സന, 40 കൊല്ലം അന്തം വിട്ട് നോക്കി നിൽക്കും അവർ വിചാരണ കോടതിയിൽ. കാത്തിരിപ്പിന്റെ ലോകമാണ്. കാത്തിരിപ്പിന്റെ ലോകത്ത് അവർ കാത്തിരില്ല. യഅ്കുലൂന വലാ യശ്റബൂൻ, തിന്നൂല കുടിക്കൂല, തിന്നാനില്ല കുടിക്കാനില്ല. ആ ചൂട് സഹിച്ചുകൊണ്ട് സൂര്യൻ ഒരു ചാണുമുകളിൽ എങ്ങനെ ഫമിൻഹും മൻ യബ്ലുഗുൽ അർഖു ഖദമൈഹി, കാല് വരെ, കാലിന്റെ കദമ് ചെരിപ്പടി കാല് വരെ ശരിക്കും ഇങ്ങനെ ആളുകളുടെ വിയർപ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ട്, ജനങ്ങളുടെ വിയർപ്പ് അവിടെ ഇറങ്ങിയിട്ട് അതിങ്ങനെ തളം കെട്ടി നിന്നിട്ട് അത് കാലിന്റെ അടിയിൽ വന്ന് അവസാനം അവന്റെ കാല് മുഴുവൻ ആ വെള്ളത്തിൽ അറക്കഥവായി വിയർപ്പിന്റെ വെള്ളത്തിലെത്തും. കദമൈഹി വമിൻഹും മൻ യബ്ലുഗുൽ അർഖ് സാഖൈഹി, മുട്ടുവരെ പിന്നെ ആ വിയർപ്പ് ഇങ്ങനെ പൊങ്ങി വരും. ചിലർ മുട്ടുവരെ വെള്ളത്തിലാകും. വമിൻഹും മൻ യബ്ലുഗു ബത്നഹു, വയറ് വരെ വിയർപ്പ് വരും. മനുഷ്യന്റെ വിയർപ്പ് ദിവസത്തിന്റെ നീളം കൊണ്ടും ചൂടിന്റെ കാഠിന്യം കൊണ്ടും വിയർത്ത് ഒലിച്ചിട്ട് 3 കാര്യമാണ്. ജനങ്ങളുടെ ആധിക്യം, എല്ലാവരും വിയർപ്പും ഉണ്ടാകും. 2 തൂല്, അതിന്റെ നീളം, അഥവാ ഫിയോമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലമാണ് ഒരു കൊല്ലത്തിന്റെ നീളം. അപ്പൊ അത്ര നീളത്തിൽ നിൽക്കുമ്പോ 3 സൂര്യൻ കത്തിച്ചൊലിക്കുന്നു തലക്ക് മുകളിൽ, വിയർത്ത് ഇങ്ങനെ ഒലിച്ചിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങിയിട്ട് വയറ് വരെ കഴുത്ത് വരെ. ആരാന്റെ വിയർപ്പ്, പല ജാതി ആളുകളുടെ വിയർപ്പ് ഇങ്ങനെ കൂടിയിട്ട് നമ്മുടെ സീറ്റിന്റെ തൊട്ടുപുറത്ത് വാഹനത്തിലോ നമ്മുടെ റൂമിലോ അടുത്തോ ഈ ഇരിക്കുന്ന കസേരയിലോ ഏതെങ്കിലും ഒരാൾ വിയർപ്പിന്റെ വാസനയുള്ളവൻ ഇരുന്നാൽ അടുത്തിരിക്കുന്നവൻ പിന്നെ എഴുന്നേറ്റ് പോകും, അടുത്തിരിക്കുന്നവൻ എഴുന്നേറ്റ് പോകും. അതുപോലെ വാസന, ഇങ്ങനെയുള്ള വാസനയുള്ള വിയർപ്പുകൾ ഒന്നിച്ചുകൂടി അതിങ്ങനെ ഒരു അരിഷ്ടം പോലെ പൊങ്ങിയിട്ട് അതിങ്ങനെ എല്ലാവരുടെയും നെഞ്ചു കഴിഞ്ഞിങ്ങനെ കഴുത്തോളം വരുന്ന സമയത്ത്, ആ സമയത്ത് നരകത്തിന്റെ യാതന അറിയുന്നവൻ, നരകത്തിന്റെ തീന്റെ ചൂടറിയുന്നവൻ പോലും ആ സന്ദർഭത്തിൽ വിളിച്ചു പറയും, യാ റബ്ബി ഇർഹംനി വലൗ ഇലന്നാർ. കുടുങ്ങിയിട്ട് പറയണം, കുടുങ്ങിയിട്ട് പറയണം. എന്താ? യാ റബ്ബി ഇർഹംനി വലൗ ഇലന്നാർ, പടച്ചോനെ ഇവിടുന്നൊന്നും രക്ഷപ്പെട്ട് കരുണ കൊണ്ടാ അത് നരകത്തിലേക്കായാലും പാടില്ല, ഇവിടുന്ന് നരകത്തിക്കടെ പോയാലും പാടില്ല, ഇവിടുന്ന് കഴിച്ചലായി കിട്ടണം. അങ്ങനെയാണ് പടച്ചോനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി വലൗ ഇലന്നാർ, നരകത്തിലേക്കായാലും പാടില്ല എന്ന് മനുഷ്യൻ പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഇതിന്റെ രംഗം ആലോചിച്ച് നോക്കണം. വലിയ ഗൗരവമാണ്, വലിയ ഗൗരവമുള്ള സംഗതിയാണ്. ആലോചിച്ച് നോക്കണം. ആ രീതിയിൽ ഒരു അടി ഉണ്ടായ സ്ഥലത്ത് നിന്ന് ആൾക്കാർ ബസ് കയറി. എന്റെ ബസ്സിൽ ഒരു സുഹൃത്ത് പറഞ്ഞു, അതിൽ ചക്കര ബസ്സിൽ ഇങ്ങോട്ട് കയറി തോണ്ടി എവിടുക്കാലും മതി, ഇവിടുന്ന് കഴിച്ചിലേക്ക് കിട്ടിയാൽ മതി. കാരണം ഇങ്ങോട്ട് പോകണ്ടവൻ അങ്ങോട്ടുള്ള ബസ്സിലാണ് കയറുന്നത്, കാരണം ഓൻ അവിടുന്ന് കഴിച്ചിലേക്ക് കിട്ടിയാൽ മതി എന്ന പോലെ നരകത്തിന്റെ ശിക്ഷ അറിയുന്ന മനുഷ്യനാ പറയാ, യാ റബ്ബി ഇർഹംനി വലൗ ഇലന്നാർ, പടച്ചവനെ കരുണ ചെയ്യുമോ, ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെടുത്തിയാൽ മതി, ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെടുത്തിയാൽ മതി. കാത്തുനിൽപ്പിന്റെ ലോകമാണ്. ഈ കാത്തുനിൽപ്പ് വല്ലാത്ത വിരസതയാണ്. ഒരു ഡോക്ടറെ മുമ്പിൽ ചെന്നിട്ട് ഓക്കണ്ടെടുത്തിട്ട് കാത്തിരിക്കാൻ നിങ്ങൾക്കിന്ന് മടിയല്ലേ? കാത്തിരിക്കേണ്ടി വന്നാൽ ആ പണി നൊഴിയല്ലേ? നല്ല ഡോക്ടർ, പക്ഷെ ഭയങ്കര തിരക്കാ, പോവില്ല. അവിടെ ആ കടയിൽ ഭയങ്കര തിരക്കാ, വയ്യ, സമയമില്ല. ഒരു 10 മിനിറ്റ് കാത്തിരിക്കാൻ ഭൂമിന്ന് മടിയാണ്. ഒരു 10 മിനിറ്റ് കാത്തു നിൽപ്പിന് വലിയ മടിയാണ്. ആ മനുഷ്യനാണ് 50,000 കൊല്ലം കാത്തു നിൽക്കുന്ന. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എങ്ങനെ രക്ഷപ്പെടാം? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് മുഅ്മിനീങ്ങളായ ആളുകൾ സദസ്സിൽ വെച്ച് ചോദിച്ചു, മാ അത്വല ഹാദൽ യൗം, നബിയെ ഇതൊരു വല്ലാത്ത കാത്തിരിപ്പാണല്ലോ, സൈക്കൂലല്ലോ, ഇതൊരു വല്ലാത്ത കാത്തിരിപ്പാണല്ലോ നബിയെ എന്ന് ചോദിച്ചപ്പോ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, വല്ലദീ നഫ്സി ബിയദിഹി, പടച്ച റബ്ബാണേ സത്യം, ഇന്നഹു ലയുഖഫഫു അലൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യനത് ലളിതമായി തോന്നും.
ഒരു മുഅ്മിനായ മനുഷ്യന് കാത്തിരിപ്പുണ്ടാവൂല. ഹത്താ യകൂന അഖഫ അലൈഹി മിൻ സ്വലാത്തിൻ മക്തൂബ, ഒരു ഫർദ് നിസ്കാരത്തിന്റെ ഖദർ മാത്രമേ അവന് തോന്നൂ, തക്ബീർ കെട്ടി നിസ്കരിച്ച് സലാം വീട്ടുന്നത് പോലെ തോന്നൂ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ പറഞ്ഞു, ഐ മിൻ അദാഇ ഫരീദത്തി സ്വലാത്തിൻ മിന സ്വലവാത്തിൽ ഖംസ്, 5 നിർബന്ധ നമസ്കാരത്തിൽ നിന്ന് ഒരു വക്ത് നിസ്കരിക്കുന്ന സമയമേ ഈ ദൈർഘ്യം മഹ്ശറിൽ അവന് തോന്നൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ പടച്ചറബ് തെരുമാറാവട്ടെ. അങ്ങനത്തെ ഒരു അവസ്ഥ പടച്ചറബേ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. നോക്കണം, നിങ്ങൾ ഒരു ഫർദ് നിസ്കാരത്തിന്റെ സമയമേ ആ കാത്തിരിപ്പുണ്ടാവൂ. ഒരു ഫർദ് നിസ്കാരത്തിന്റെ സമയം മാത്രമേ അത് തോന്നൂ. അത് തോന്നാതെ നമ്മളിങ്ങനെ സുഖിച്ചു നിൽക്കുമ്പോൾ മറ്റോൻ അവിടെ അപ്പുറത്തുണ്ടാവും. അവന്റെ അവസ്ഥ എന്താ? യൗമ യഉദ്ദുൽ ആലിമു അലാ യദൈഹി, ആ സമയത്ത് അക്രമി അവന്റെ കൈ കടിക്കും, അവൻ കൈ കടിക്കും, നിരാശയുടെ കൈ കടിക്കൽ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ, പടച്ചോനെ നബി തങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ കൂടിയാൽ മതിയായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ കാണിച്ച വഴിക്ക് പോയാൽ മതിയായിരുന്നു. യാ വൈലത ലൈതനി ലം അത്തഖദ ഫുലാനൻ ഖലീലാ, പടച്ചവനെ ഞാൻ ഇന്ന കൂട്ടുകാരനെ സ്വീകരിക്കേണ്ടിയിരുന്നില്ല, എന്റെ കൂട്ടുകാരനാണ് എന്നെ വഴിതെറ്റിച്ചത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങൾ ഒരിക്കൽ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് നബി തങ്ങളെ ക്ഷണിച്ചു വീട്ടിലേക്ക് സൽക്കാരത്തിന്. നബി തങ്ങൾ ചെന്നു. ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, നീ കലിമ ചൊല്ലണം, കലിമ ചൊല്ലിയാൽ നിന്റെ സൽക്കാരം ഞാൻ സ്വീകരിക്കാൻ, ഭക്ഷണം കഴിക്കാതെ പോകും. സദ്യ ഒരുക്കിയിട്ട് അതിഥി ഭക്ഷണം കഴിക്കാതെ പോകുന്നത് അറബികൾക്ക് വലിയ മാനഹാനിയാണ്. അവൻ കലിമ ചൊല്ലി. നബി തങ്ങൾ ഈ സദ്യ കഴിക്കാൻ വേണ്ടി മാത്രം അവൻ കാപ്പട്യത്തിന്റെ കലിമ ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ അവന്റെ ഉത്തമ കൂട്ടുകാരനാണ് ഉബയ്യ് ഇബ്നു ഖലഫ്. ഉബയ്യ് ഇബ്നു ഖലഫ് വന്നുകൊണ്ട് അവനെ ചീത്ത പറഞ്ഞു, എടാ നീ എന്ത് തമ്മാടിത്തമാ ചെയ്തത്, മുഹമ്മദിന്റെ മുമ്പിൽ കലിമ ചൊല്ലിയില്ലേ, ശരിയല്ല. അവൻ പറഞ്ഞു, മുഹമ്മദ് സദ്യ കഴിക്കാതെ പോകുമെന്ന് കരുതിക്കൊണ്ട് ചെയ്തതാ, അതുകൊണ്ട് നീ തിരുത്തണമെന്ന് ഉബയ്യ് ഇബ്നു ഖലഫ് ഉഖബത്തിനെ നിർബന്ധിച്ചു. ഞാൻ എന്തു ചെയ്യണമെന്ന് ഉഖബത്ത് ചോദിച്ചു. നീ മുഹമ്മദിനെ ചീത്ത വിളിക്കണം, മുഹമ്മദിന്റെ പരടിക്കടിക്കണം. അവൻ അതുപോലെ തമ്മാടിത്തം ചെയ്തപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നീ മക്കയിൽ നിന്ന് പുറത്തു പോയി വാള് കൊണ്ട് നീ ഇരയാകുമെന്ന് പറഞ്ഞു. ബദറിന്റെ മണ്ണിൽ അവൻ ഞെട്ടറ്റ് വീണു. കണ്ടല്ലോ നമ്മൾ, അഷ്റഫുൽ ഖൽഖിന്റെ മേല് തൊട്ട് കളിച്ചവൻ ബദറിൽ ഞെട്ടറ്റ് വീണു. നബി തങ്ങളുടെ മഹത്വമാണത്, ചിന്തിക്കണം. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഈ പ്രവർത്തനം ചെയ്തപ്പോൾ അത് സ്വീകരിച്ച് കലിമ ചൊല്ലിയിരുന്നുവെങ്കിൽ അവൻ ചിന്തിക്കും, ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമൊക്കെ വന്ന ശേഷം ഈ ചങ്ങാതി എന്നെ പഴപ്പിച്ചു. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ, പിശാച് മനുഷ്യനെ ശരിക്ക് കൈവടിയുന്നവനാണ്. അതാണ് കൈവടിഞ്ഞില്ലേ, അവൻ പറഞ്ഞില്ലേ, കാല കരീനുഹു റബ്ബനാ മാ അത്അയ്തുഹു, ഞാൻ അവനെ പഴപ്പിച്ചിട്ടില്ല, ഓൻ തന്നെ പഴച്ചതാന്ന് കാഫ് സൂറത്തിൽ പറഞ്ഞില്ലേ. പഴപ്പിക്കും ചെയ്യും, പിന്നെ കൈയൊടിയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നല്ലവണ്ണം ശ്രദ്ധിക്കണം. സമയം തീർന്നു പോയി, ഇതാ ഇനി കുറഞ്ഞ സമയമുള്ളൂ. ഒരുപാട് കാര്യം എനിക്ക് പറയണമെന്ന് എന്റെ മനസ്സിങ്ങനെ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യാനാ? ഏതായാലും ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു അവസരത്തിലാകാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒറ്റ കാര്യം കൂടി ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ മഹ്ശറിൽ വരുമെന്ന് ഉറപ്പായിട്ട് ദീൻ പറഞ്ഞു. ആ ചിന്ത നമ്മുടെ കൽബിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിൽ, അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ, അല്ലാഹുവും അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരും പറഞ്ഞതിന് നിങ്ങൾ ചെവി കൊടുക്കണേ. ദീനിനെ വിളിക്കുമ്പോൾ ഇദാ ദഅാകും ലിമാ യുഹീകും, ഒരു നല്ല ജീവിത പദ്ധതിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അതിന് ചെവി കൊടുക്കണേ. വഅലമു അന്നല്ലാഹ യഖൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, നാളെ പടച്ചറപ്പിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഞാനും നിങ്ങളും മഹ്ശറിലുണ്ടാകും. നമ്മൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെടുന്നത് ചിന്തിക്കണം. മഹാന്മാര് പറഞ്ഞ, അമാ വല്ലാഹി ലൗ അലിമല്ലനാമു ലിമാ ഖുലിഖു ലമാ ഖഫലു വനാമു, ആ വാചകമെന്ന് നെഞ്ചേറ്റിപ്പോ നിങ്ങൾ. അമാ വല്ലാഹി ലൗ അലിമല്ലനാമു, ഈ സൃഷ്ടികളൊന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ ലിമാ ഖുലിഖു ലമാ ഖഫലു വനാമു, എന്തിനാണ് നമ്മളെ പടച്ചറപ്പ് പടച്ചത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ലമാ ഒഫലു, നമ്മൾ ഒഫലത്ത് കാണിക്കൂല, നമ്മൾ അശ്രദ്ധവാന്മാരാകൂല, വനാമു, നമ്മൾ ഉറങ്ങൂല. മാത്രമല്ല ലഖദ് ഖുലിഖു ലിമാ ലൗ അബ്സറതുഹു ഉയൂനു ഖുലൂബിഹിം സാഹു വഹാമു, ശരിക്കും നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ അട്ടഹസിക്കുമായിരുന്നു. എന്താ നമ്മുടെ അവസ്ഥ? മമാതുൻ തുമ്മ ഖബറുൻ തുമ്മ ഹശ്റുൻ വതൗബീഹുൻ വഅഖ്വാലുൻ നിളാമു,
ഈ സമൂഹത്തിന് സംഭവിക്കുന്ന വരും വരായികളെ കുറിച്ച് ചിന്തയോടുകൂടി ചിന്തിക്കണമെന്നും വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ മറക്കാതിരിക്കാനാ പറയുന്നത്. ഇതിന്റെ അനുബന്ധമായി നബി തങ്ങൾ പഠിപ്പിച്ച മഅ്ശറയിലെ ശദാഇദുകളും അത് മറികടക്കാനുള്ള ചില ഭാഗ്യരേഖകളുമുണ്ട്. അതിലേക്ക് കടക്കാൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിലാകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന്റെ ഒരു കാൽഭാഗത്തിൽ മാത്രം സ്പർശിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഅ്ശറ ലോകത്തെ ശദാഇദുകളിൽ നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നിങ്ങളെ ആമീൻ ആവശ്യമാണ്. അദ്ദാഇ വൽ മുഅമ്മിനു ശരീകാനി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ദുആ ചെയ്യുന്നവനും അതുപോലെ തന്നെ ആമീൻ പറയുന്നവനും ശരീകാനിയാണ്. രണ്ടുപേരും ദുആയിൽ പങ്കാളികളാണ്. എന്നെക്കാൾ അമൽ സ്വാലിഹാത്ത് ചെയ്യുന്ന നല്ല നല്ല മനുഷ്യർ ഈ കൂട്ടത്തിലുണ്ടാകും. എന്നെക്കാൾ തഖ്വയുള്ളവർ ഈ സദസ്സിലുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അള്ളാഹനെ ഭയപ്പെടുന്ന പടച്ചറബ് ഇഷ്ടപ്പെടുന്ന അവന്റെ റിജാലുൽ ഗൈബിൽപ്പെട്ടവരുണ്ടോ അറിയില്ലല്ലോ. അവരൊരു ആമീൻ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. പടച്ചവനെ ഇത്തരം മജ്ലിസിലൊക്കെ അത്തരം മഹാന്മാരുണ്ടാകും. അല്ലാഹുവേ ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സ്ഥാപനത്തിന് വേണ്ടി ദാറുഹുദക്ക് വേണ്ടി കട്ടപ്പെട്ട പലരുമുണ്ട്, ഞാൻ എണ്ണി പറയുന്നില്ല. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു സഹോദരനോട് പറഞ്ഞു ദുആ ചെയ്യണം. അല്ലാഹു അദ്ദേഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുമാറാവട്ടെ. ഉമ്മാന്റെ ഒരു രോഗത്തെ കുറിച്ച് പറഞ്ഞു, ആ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മറ്റൊരു സഹോദരൻ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ഫോണിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഒരു രോഗത്തെ കുറിച്ച്. പടച്ചവനെ മമ്പുറത്തേക്കാണ് വരുന്നതെന്ന് കേട്ടപ്പോൾ പലരും വിളിച്ചു. വേദിയിലുള്ള പലരും പല മോഹങ്ങളുള്ളവരാണ്, രോഗശമനം ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹുവേ നീ അവർക്ക് രോഗശമനം നൽകണേ അല്ലാഹ്. ഭാര്യയുടെ നഷ്ടപ്പെട്ട കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ 5 ചാക്കി അരി കൊടുത്ത സുഹൃത്തുണ്ട്. പടച്ചവനെ നീയാണ് ഷാഫി, നീയാണ് കാഫി. തിരിച്ച് കണ്ണ് വെച്ച് കൊടുത്ത പരിശുദ്ധ പ്രവാചകർ ശരിക്ക് ഖതാദത്തിന്റെ കണ്ണ് തിരിച്ചു കൊടുത്തു. യാമൻ റദത്ത ഇലാ ഖതാദത ഐനഹു വലിജാബിരിൻ നജ്ലൈഹി വസ്സഅബൈനഹു യാ റബ്ബി സല്ലി. യാമൻ റദത്ത ഇലാ ഖതാദത ഐനഹു, ഖതാദക്ക് കണ്ണ് തിരിച്ചു കൊടുത്തില്ലേ നബി തങ്ങൾ? കണ്ണങ്ങ് വെച്ച് കൊടുത്തുകൊണ്ടുവന്ന തടിയപ്പ കണ്ണ് ഫിറ്റ് ചെയ്തു. ഒരു ഹോസ്പിറ്റലിലും പോയില്ല, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഇല്ല, ഒരു ഒപ്താൽമോളജിസ്റ്റും കണ്ടില്ല. നബി തങ്ങൾ അത് ചികിത്സിച്ചു കൊടുത്തു. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രം. അത് അപാരമാണ്. മമ്പുറത്ത് തങ്ങളെ മുമ്പിൽ വന്ന എത്ര രോഗികൾക്ക് മഹാനവറുകൾ ഷിഫാഇന്റെ വചനം പറഞ്ഞു കൊടുത്തു. ഞാൻ അവിടുത്തെ മനാക്കിബ് പറയുന്നില്ല, വിഷയം വ്യതിചലിച്ചു പോകുമെന്നത് കൊണ്ടാണ്. ഒരുപാട് പറയാനില്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലാഹുവേ ആ മഹാന്റെ മദ്ഹ് പറഞ്ഞവരുടെ സ്നേഹിതരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അതുകൊണ്ടൊക്കെ നമുക്ക് പരലോകത്ത് നേട്ടമുണ്ടാകും. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഈ സ്വാലിഹീങ്ങളെ സ്നേഹിച്ച് ഇരുന്നത് പോലെ അവരുടെ ഹഖ്ജാഗ് ബർക്കത്ത് കൊണ്ട് അവർ കിടക്കുന്ന സ്വർഗ്ഗത്തിൽ കിടക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 10 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ ഹദറത്തിലേക്ക് ഈ സ്വലാത്ത് അല്ലാഹു ഈ നിമിഷം തന്നെ എത്തിച്ചു കൊടുക്കുമാവട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങൾ ഈ ചെയ്ത പ്രവർത്തനം നിന്റെ സ്വാലിഹായ ഒരു അബ്ദിന്റെ ചാരത്ത് മനസ്സ് നൊന്ത് ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വന്ന നല്ല മനുഷ്യന്മാരെ വെച്ചുകൊണ്ട് അത് വരക്കണം. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ തമ്പുരാൻ. എല്ലാവരും നിൽക്കണം. സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് മാത്രം നിന്നാൽ മതി. കാരണം നിർത്താൻ എനിക്ക് പേടിയാണ്. കാരണം കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാരുണ്ടാവും, മുട്ടുവേദന ഉള്ളവരുണ്ടാവും, രോഗമുള്ളവരുണ്ടാവും. നിൽക്കാൻ കഴിയുന്നവർ നിന്നോ, അത് തന്നെ നല്ലതാണ്. നിൽക്കാൻ കഴിയാത്തവർക്കൊക്കെ ഇരിക്കാം, ഒരു നിർബന്ധം നിൽക്കണമെന്നില്ല. സ്വലാത്ത് ചെല്ലുമ്പോൾ വേണമെന്ന് പിടിച്ചു നിന്നോളെ. അല്ലാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു